السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله كان، ما شاء الله كان، ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا يا أمة سيدنا محمد. അഭിമന്യരായ പണ്ഡിത മഹത്തുക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സ്നേഹനിധികളായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൻ നഈമിൽ അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്കും വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിട്ടുപുറത്തു മാഫാക്കി തരുമാറാവട്ടെ. പാപമുക്തമായ ജീവിതം നയിക്കുവാൻ നമുക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സുന്നി ഗ്ലോബൽ വോയിസ് പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ല, 24 മണിക്കൂറും ഫലപ്രദമായ ഒരുപാട് വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമാർന്ന ഒരുപാട് പരിപാടികളിലൂടെ നടത്തിപ്പോരുന്ന ഒരു സംരംഭമാണ് എന്ന്.
അതിരാവിലെ ആരംഭിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിൽ നിന്ന് ആരംഭിച്ച് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള നാരിയത്തു സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിച്ച് അവിടെ നിന്ന് വീണ്ടും മൗലിദിലേക്ക് ആരംഭിക്കുന്ന, അതിനിടയിൽ ഫിഖ്ഹീപരമായ സംശയ നിവാരണ ക്ലാസുകളും അതോടൊപ്പം തന്നെ അഖീദാപരമായ ക്ലാസുകൾ, ഖുർആൻ പാരായണ ശാസ്ത്ര സംബന്ധമായ ക്ലാസുകൾ, ചരിത്രപരമായ ക്ലാസുകൾ എന്ന് വേണ്ട ഒരു സത്യവിശ്വാസിക്ക് അറിഞ്ഞിരിക്കേണ്ട അത്യന്താപേക്ഷിതമായ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്ന ഒരു മിനി മദ്രസയാണ് നമ്മുടെ സുന്നി ഗ്ലോബൽ വോയിസ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനത്തെ ഒരു റിയാഇന്റെ അതല്ലെങ്കിൽ ലോകമാന്യത്തിന്റെ ആ ഒരു ആലയിൽ വെച്ചുകെട്ടാതെ ആത്മാർത്ഥതയുടെ നിഷ്കളങ്കതയുടെ പര്യായങ്ങളാക്കി അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. തീർച്ചയായും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനം അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. 1000 വർഷക്കാലം അല്ലാഹുവിന്റെ പാതയിൽ യുദ്ധം ചെയ്യുകയും അല്ലാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുകയും ചെയ്ത പൂർവകാല സൂരികളായ ഒരുപാട് മഹാത്മാക്കളുടെ ചരിത്രങ്ങൾ. എന്നാൽ എന്റെ ഉമ്മത്തിന് 60ന്റെയും 70ന്റെയും ഇടയിലാണ് ആയുസ്സിന്റെ ദൈർഘ്യമെന്ന് പഠിപ്പിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട പ്രവാചകന്മാരും അവർക്ക് നൽകപ്പെട്ട അനുയായികളിലും വെച്ച് ഏറ്റവും ഉത്തമരായ ഒരു സമൂഹം അവസാനത്തെ പ്രവാചകനായ അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരന്മാരുമാണ് എന്ന് നമുക്കേവർക്കും സംശയമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഉത്തമ സമൂഹമായി നാം മാറിയത്? എങ്ങനെയാണ് 1000ങ്ങളോളം വർഷക്കാലം ഇബാദത്തുകൾ ചെയ്തും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തും തങ്ങളുടെ ജീവനും സമ്പത്തും മുഴുവനും ദീനിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത സമൂഹത്തെക്കാൾ ഉത്തമന്മാരായ ഒരു സമൂഹമായി നാം മാറുന്നത് എന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ അവിടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയും അവിടുത്തെ ഉമ്മത്തിന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള ബഹുമതിയും നാം മനസ്സിലാക്കുന്നത്. ലൈലത്തുൽ ഖദർ എന്ന വളരെയധികം ശറഫാക്കപ്പെട്ട, വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ട ഒരു രാവിനെ അല്ലാഹു തആല നമുക്ക് നൽകി. ആ ഒരൊറ്റ രാവിൽ ഒരാൾ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ 1000 മാസങ്ങളോളം ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് നൽകി. അതുപോലെ തന്നെ നാം ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ, ഒരു ദോഷം ചെയ്യുകയാണെങ്കിൽ, ആ ദോഷത്തിന് ഒരേ ഒരു കുറ്റത്തിന്റെ ശിക്ഷ മാത്രമേ അല്ലാഹു തആല നമുക്ക് നൽകുന്നുള്ളൂ. എന്നാൽ നാം ചെയ്യുന്ന ഓരോ പ്രതിഫലത്തെയും അതിനെ 10 മടങ്ങായി വർദ്ധിപ്പിക്കുകയും അതിലൂടെ നമുക്ക് നന്മയുടെ തുലാസിൽ ഒരുപാട് ഘനങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്തു തന്നു. മാത്രമല്ല, പൂർവികരായ ഉമ്മത്തുകളിൽ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്യുകയോ മോശമായ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മരണസമയത്തോ അതിനു മുമ്പോ അവർക്ക് ഭൗതിക ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷ നടപ്പാക്കപ്പെടുകയും അവരെ രൂപമാറ്റം സംഭവിപ്പിക്കുകയും സമൂഹത്തിൽ നിന്ദ്യരാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് അത്തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടി റബ്ബ് തആല തീരുമാനിച്ചിട്ടില്ല, നൽകുന്നില്ല. ഇങ്ങനെ പൂർവകാല സമുദായത്തെക്കാളും ഉത്തമരായ രീതിയിൽ നമ്മെ അല്ലാഹു തആല സൃഷ്ടിക്കുകയും നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇതൊക്കെയും അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്നപ്പോൾ അവിടെ നമുക്ക് വെച്ച ഒരേ ഒരു നിബന്ധനയുണ്ട്: നാം അസൂയക്കാരാകരുത്, നാം റിയാഇന്റെ ലോകമാന്യത്തിന്റെ ആൾക്കാരാകരുത്, നാം ചെയ്യുന്ന പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയുണ്ടാകണം. കേവലം 60-70 വയസ്സ് പ്രായം
മാത്രം അനുവദിക്കപ്പെട്ടിട്ടുള്ള നാം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള 10-15 വർഷക്കാലം ഇബാദത്ത് ചെയ്യാതെ നമുക്ക് ഒഴിവാക്കപ്പെടേണ്ടി വരുന്നു. ബാക്കിയുള്ള കാലങ്ങളിൽ പ്രായപൂർത്തി എത്തിയ ശേഷം നാം ഉറങ്ങിയും ഉറങ്ങാതെയും ഒരുപാട് സമയം വെറുതെ അനാവശ്യമായി കളഞ്ഞു കുളിക്കുന്നു. വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വിരോധാഭാസം എന്ന് പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം ജനങ്ങളും ചെയ്യുന്ന ഒരു കാര്യം, ഇബാദത്തിന് യാതൊരു വിധത്തിലും കഴിയാത്ത സാധിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോ കയ്യിലൊരു തസ്ബീഹ് മാലയെടുത്ത് പള്ളിയുടെ മൂലയിൽ പോയിരിക്കാൻ പറ്റുന്ന വയസ്സന്മാര് പള്ളിയിൽ പോയിരിക്കുകയും അങ്ങനെ ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലുമ്പോ മറിക്കേണ്ട തസ്ബീഹ് മാല താൻ പറയുന്ന ഗീബത്തിന്റെയും നമീമത്തിന്റെയും അവസരത്തിൽ പോലും മറിക്കുകയും അങ്ങനെ ഉണ്ടാക്കി വെക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെ കതിറുകൾ അധികരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് മുന്നിലുള്ളത്. സ്ത്രീ സഹോദരിമാരായിട്ടുള്ളവർ അവരുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുമ്പോ വാർദ്ധക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ വീട്ടിലേക്ക് കടന്നു വരുന്ന വിരുന്നുകാരികളുമായി അന്യന്റെ മാംസം തിന്നുന്ന രൂപത്തിലുള്ള സംസാരങ്ങളെ അധികരിപ്പിച്ചുകൊണ്ട് അവരും ദുഷ്പ്രവൃത്തിയിലേക്ക് കടന്നുപോകുന്നു. എന്നാൽ ഈ കാലത്തിനിടയിൽ നമുക്ക് ആരോഗ്യമുള്ള ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നാം ഇബാദത്ത് ചെയ്യേണ്ട, അള്ളാഹുവിനെ അനുസ്മരിക്കേണ്ട, അള്ളാഹുവിന് ദിക്റ് ചൊല്ലേണ്ട, അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ട ആ കാലഘട്ടത്തിൽ നാം ചെയ്തത് നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് നാം ചെയ്തത്. നമ്മുടെ മക്കളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള പെടാപ്പാടിലാണ് നാം ആ സമയത്തെ ചെലവഴിച്ചിട്ടുള്ളത്. പ്രവാസ ലോകത്തുള്ളവരാണെങ്കിൽ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും അത്തരത്തിലുള്ള സമയം ചെലവഴിക്കൽ നടത്തുമ്പോൾ അവരുടെ സ്വന്തം ജീവിതം നാം ആ നിസ്കാരത്തിന് വേണ്ടി നൽകുന്ന സമയം, ആ നിസ്കാരത്തിന് വേണ്ടി നൽകുന്ന പ്രാധാന്യം എത്രമാത്രമാണ് എന്നൊരു വേള നാം ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? തീർച്ചയായിട്ടും നാം നൽകുന്നത് ഒരു സൈഡ് ബിസിനസ് ആയിട്ട്, അതായത് നാം ആ പരിപാടിക്ക് വേണ്ടി പോകുമ്പോ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് നിസ്കാരത്തിനോട് അല്പം താല്പര്യമുള്ള ആളുണ്ടാകും. അദ്ദേഹം പറയും നമുക്ക് നിസ്കരിക്കാം. അപ്പൊ കൂടെയുള്ളവർ പറയും ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് നിസ്കരിച്ചാ പോരെ. എന്നാലോ മറ്റു ചിലർ പറയും നമുക്ക് ഇവിടെ തന്നെ വെച്ച് നിസ്കരിച്ചാൽ പിന്നെ ആ ബുദ്ധിമുട്ടില്ലല്ലോ, അവിടെ പോയ പരിപാടി ഭംഗിയായിട്ട് നടത്താമല്ലോ. അവിടെയും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത് പരിപാടി നന്നായിട്ട് സംഭവിക്കേണ്ടത് നമ്മുടെ നിശ്ചയത്തിന്റെ പരിപാടിയാണ്, അതല്ലെങ്കിൽ വിവാഹത്തിന്റെ പരിപാടിയാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളാണ്. ളുഹറിന് വേണ്ടി നാം ഇറങ്ങുകയാണ്. ളുഹർ നിസ്കാരത്തിന് വേണ്ടി ഉളൂ ചെയ്യാൻ വേണ്ടി ഹൗലിന്റെ കരയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉളൂ ഉണ്ടാക്കുന്ന രൂപം എത്രയും പെട്ടെന്ന് ഉളൂ ഉണ്ടാക്കി പള്ളിയിലേക്ക് കടന്നു ചെന്നു. ജമാഅത്തായി നിസ്കരിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, ചില ആൾക്കാർക്ക് താല്പര്യമില്ല. താല്പര്യമുള്ളവർ അതിന് മുൻകൈയെടുത്ത് ജമാഅത്തായിട്ടുള്ള നിസ്കാരം ആരംഭിക്കും. എന്നാൽ കൂടെ ഇറങ്ങിപ്പോകുന്ന 10-12 ആൾക്കാര്, അതല്ലെങ്കിൽ 4-5 ആൾക്കാര് ആ ജമാഅത്തിൽ ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടെ ഇമാമിന്റെ കൂടെ കൈകെട്ടുവാനുള്ള ആഗ്രഹമുള്ളവരാണോ? ഒരു ചിലർ സിസ്റ്റർ വലിച്ച്, അതല്ലെങ്കിൽ മറ്റു ചിലർ മറ്റു വർത്തമാനങ്ങൾ പറഞ്ഞ് പള്ളിയുടെ മുറ്റത്തും റോഡിന്റെ സൈഡിലും താമസിച്ചിട്ട് ആ നിസ്കാരം പകുതിയോളം തീരുന്നതുവരെ കാത്തുനിന്ന് പെടാപ്പാട് പെട്ടുപോയി ഉളു എങ്ങനെയൊക്കെ ഉളു ഉണ്ടാക്കിയിട്ട് അവസാനം മസ്ബൂക്കായിട്ട് തുടർന്ന് നിസ്കാരം ഒരു വല്ലാത്ത കോലത്തിൽ നിർവഹിക്കുന്ന ഒരു രൂപമാണ് നമുക്കുള്ളിലുള്ളത്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നു, ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരക്കാർക്കാണ് വൈലി എന്ന നരകം. വൈലി എന്ന നരകത്തിന്റെ പ്രത്യേകത ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. വൈലി എന്ന നരകം നിസ്കാരക്കാർക്ക് തന്നെയാണ്. നിസ്കരിക്കാത്തവനെ സംബന്ധിച്ചല്ല അല്ലാഹു തആല പറഞ്ഞത്. ഫവൈലുൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് തന്നെയാണ് വൈലി എന്ന നരകം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവനാ നിസ്കാരത്തെക്കുറിച്ച് അലംഭാവം കാണിക്കുന്നവനാണ്, അവനാ നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധവാനാണ്, ആ നിസ്കാരത്തിന്റെ നിബന്ധനകളെക്കുറിച്ച് അറിവില്ലാത്തവനാണ്, അതല്ലെങ്കിൽ നിസ്കാരത്തിന്റെ നിബന്ധനകളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാത്തവനാണ്, അതല്ലെങ്കിൽ ആ നിസ്കാരത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെയും കൃത്യമായി നിർവഹിക്കാത്തവനാണ്. അവൻ ആർക്കോ വേണ്ടി നിസ്കരിക്കുകയാണ്. ഒന്നിക്കൽ വാപ്പക്കും ഉമ്മക്കും വേണ്ടി നിസ്കരിക്കുന്നു, അതല്ലെങ്കിൽ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാരെ ബോധ്യപ്പെടുത്തി
ബോധ്യപ്പെടുത്താൻ വേണ്ടി നിസ്കരിക്കുന്നു. അതല്ലെങ്കിൽ മഹല്ലത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഞാന് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ നിന്ന് 2ാം നമ്പറായി മാറിപ്പോകുമെന്ന് ഭയന്നിട്ട് നാട്ടുകാർക്ക് വേണ്ടി അവൻ നിസ്കരിക്കുന്നു. അതല്ല എങ്കിൽ ഒരു രാജ്യത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തുള്ള ജനങ്ങൾ എന്നെപ്പറ്റി തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയിട്ട് നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തിന്റെ രൂപമുണ്ടല്ലോ, വുളൂഉ മുതൽ അവൻ അശ്രദ്ധ പാലിക്കുകയാണ്, വുളൂഉ മുതൽ അവൻ അപകടമുണ്ടാക്കുകയാണ്. കൃത്യമായി അവൻ വുളൂഉ ചെയ്യുന്നില്ല, മുഖത്തിന്റെ പരിധി അവൻ അറിയുന്നില്ല, കൈ കഴുകുമ്പോൾ എവിടം വരെ കഴുകണമെന്നവൻ അറിയുന്നില്ല, കാല് കഴുകുമ്പോൾ കാല് എവിടെ വെച്ച് കഴുകണമെന്നറിയുന്നില്ല. അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേളയിൽ ഒരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്ന സമയത്ത് തന്റെ കൂടെയുള്ള സഹാബത്തൊക്കെയും മുന്നാലെ നടന്നിട്ട് പള്ളിയിലുള്ള ഹൗദിൽ നിന്ന് വുളൂ എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, വൈലുൽ ലിൽ അഖാബ്, നിര്യാണിയുടെ മടമ്പങ്കാലിന്റെ അഖിലുകാർക്കാണ് നരകം. വൈലുൽ ലിൽ അഖാബ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലിന്റെ പിൻഭാഗത്തുള്ള മടമ്പിന്റെ ഭാഗം കൃത്യമായി കഴുകാത്തവർക്കാണ് വൈല് എന്ന നരകമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചപ്പോ വുളൂ ചെയ്യുന്ന സമയത്ത് ഹൗലിൽ നിന്ന് കോരിയിട്ട് വെള്ളം കോരിയിട്ട് തന്റെ കാലിലേക്ക് എത്രയോ മുകളിൽ നിന്ന് ഒഴിക്കുകയും കാലിന്റെ പിൻഭാഗം ഭംഗിയായി കഴുകാതെ ഇനി ടാപ്പ് ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നതെങ്കിൽ പോലും കാലിന്റെ മുഴുവൻ ഭാഗവും നെരിയാണി ഉൾപ്പെടെ കഴുകണമെന്ന നിബന്ധന പാലിക്കാതെ, അതല്ലെങ്കിൽ അത് പാലിക്കണമെന്നറിയാതെ വുളൂ ചെയ്യുന്നവനുണ്ടല്ലോ, അവന്റെ നിസ്കാരത്തിൽ പിശാചിന്റെ പ്രവർത്തനം കടന്നുകൂടിപ്പോയി. ബിസ്മി ചൊല്ലാതെ ഔദു ചൊല്ലാതെ വുളൂ എടുത്തുപോയി. പിശാച് അവന്റെ പ്രവർത്തനത്തിൽ കടന്നു ചെന്നുപോയി. പിശാചിന്റെ പ്രവർത്തനത്തിന് ആധികാരികത ലഭിച്ചുപോയ അവന്റെ നിസ്കാരമുണ്ടല്ലോ, അവൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട്, അല്ലാഹു അക്ബർ എന്ന ജലാലത്തിന്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കലോടുകൂടെ അവന്റെ മനസ്സൊട്ടാകെ പരക്കുകയാണ്. ഭൗതികമായ ചിന്താഗതികളിലേക്ക് അവൻ കടന്നു ചെല്ലുകയാണ്. അതുവരെ അവൻ ചിന്തിക്കാത്ത വിഷയങ്ങളിലേക്കൊക്കെയും കടന്നു ചെല്ലുകയാണ്. ഇനി അവൻ എന്തൊക്കെ കണക്കുകൂട്ടലുകളുണ്ടോ അതൊക്കെയും അവന് കടന്നു വരികയാണ്. ഏതൊക്കെ മറന്നുപോയ വിഷയങ്ങളുണ്ടോ അതൊക്കെയും അവന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ദുനിയവിയായ മുഴുവൻ ചിന്തകളിലൂടെയും കടന്നു ചെന്നിട്ട് ഫാത്തിഹ അവൻ ഓതിപ്പോതുകയാണ്. അതിനു മുമ്പേ അവൻ ചൊല്ലുന്ന ഒരു സത്യപ്രതിജ്ഞയുണ്ട്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ. എന്താണ് ആ സത്യപ്രതിജ്ഞ? പേരിലതൊരു സത്യപ്രതിജ്ഞയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അതൊരു സത്യപ്രതിജ്ഞയാണോ? അതല്ല അല്ലാഹുവിനെ പറ്റിക്കുന്ന ഒരു കള്ളവാദമാണോ? വജ്ജഹ്തു വജ്ഹിയ, ഞാൻ എന്റെ മുഖത്തെ തിരിക്കുന്നു, എന്റെ ശരീരത്തെ തിരിച്ചു വെക്കുന്നു, അതല്ലെങ്കിൽ മുന്നിടിക്കുന്നു, എന്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നു, ഇല്ല അല്ലാഹുവിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എങ്ങനെയുള്ള അല്ലാഹുവാണ്? ഫതറസ് സമാവാതി വൽ അർള, ഈ ഭൂമിയെയും ആകാശത്തെയും മണ്ഡകടാഹങ്ങളെയും സർവ്വലോകത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിലേക്ക് ഞാനിതാ സമർപ്പിക്കുകയാണ്. സമർപ്പിച്ചിട്ട് അവന്റെ ചിന്താഗതികൾ നടക്കുന്നത് എങ്ങോട്ടാണ്? മാർക്കറ്റിൽ നടക്കുന്ന കച്ചവടത്തിലേക്കാണ്, അതല്ലെങ്കിൽ ഇപ്പൊ നടക്കാൻ പോകുന്ന വിവാഹത്തെക്കുറിച്ചാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിസാബുകളിൽ ഏതെങ്കിലും ഒരു ഇടപാടുകളിൽ ഉടക്കിയിട്ടുള്ള വിഷയമുണ്ട്, ഒന്നുകിൽ എന്റെ ഇഖാമയുടെ പ്രശ്നം ശരിയാകാനുണ്ട്, അതിലേക്കാണ് എന്റെ ചിന്ത കടന്നുപോകുന്നത്. മകളുടെ വിവാഹത്തിലേക്കാണ് ചിന്തകൾ കടന്നുപോകുന്നത്. പുതിയ വാഹനം വാങ്ങാൻ ടൗണിൽ വന്നതാണ്, ആ വാഹനത്തിന്റെ രൂപഭംഗിയിലേക്കാണ് ചിന്ത കടന്നുപോകുന്നത്. അല്ലാഹുവിനോട് പറയുന്നു, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, ഈ സർവ്വലോക രക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു.
ഹനീഫൻ മുസ്ലിമൻ എല്ലാ നിലയിലും താണുവണങ്ങി വിനയാന്വിതനായി അനുസരണാബോധമുള്ള ഒരു മുസ്ലിമായിട്ട് ഹനീഫൻ മറ്റൊരു വിഷയത്തിലേക്കും കടന്നു ചെല്ലാതെ മൈലാനില്ലാതെ ചാഞ്ഞു പോകാതെ ഏതൊരു വിഷയത്തിലേക്കും തെറ്റാതെ നേർരേഖയിലുള്ള ഒരു മുസ്ലിമാണ് ഞാൻ. ആ രൂപത്തിൽ എന്റെ റബ്ബിലേക്ക് എന്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നു. എവിടെ? ഹനീഫായ മുസ്ലിമാണോ ഞാനും നിങ്ങളും? എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന സംശയങ്ങളുണ്ട്. ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടത്തേക്ക് വിളിച്ച് ഇസ്തിഗാസ ചെയ്യുമ്പോ അത് ശിർക്കാകുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും? എന്തേ കാരണം? ഇവിടെ കുറച്ച് പുത്തൻ പ്രസ്ഥാനക്കാര് ഏതാനും ചില വർഷങ്ങളായി ആണ്ടുകളിലായിട്ട് ചില പല്ലവികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമാണ്. ഏതൊരു സത്യവിശ്വാസിയും ചെയ്യുന്നതും അത് തന്നെയാണ്. പക്ഷേ എല്ലാ സത്യവിശ്വാസികളുടെയും മനസ്സിന്റെ ഉള്ളിലേക്ക് സംശയത്തിന്റെ വിത്ത് പാകിക്കൊണ്ട് അവനൊക്കെയും പ്രഭാഷണം നടക്കുന്നുണ്ടല്ലോ. ഗൗസുൽ ആലമിനെ ഇബാദത്ത് ചെയ്യുന്നവരല്ലേ നിങ്ങൾ എന്ന് പറയുമ്പോ യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്ന 1000 വട്ടം ഒരാൾ ഖൽവത്തിൽ വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഗൗസുൽ ആലം പറഞ്ഞപ്പോ ആ വിളിയെ ഇബാദത്താക്കി തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോ നമ്മുടെ മനസ്സിൽ ഒരു തവന്നില്ലേ ഞാൻ ആഹ്ലാദ ഗൗസുൽ ആലമിനെ ആരാധിക്കുന്നുണ്ടോ? ഹനീഫായിരിക്കണം. മറ്റൊരു മതത്തിലേക്ക് ചാഞ്ഞു പോകാൻ പാടില്ല, മറ്റൊരാദർശം നോക്കാൻ പാടില്ല. നമ്മുടെ ആദർശം സീതയാണ്, സ്ട്രൈറ്റ് ആണ്, വളരെ നേരെയുള്ള പാതയിലാണ്. ആ രൂപത്തിലുള്ള ഒരു മുസ്ലിമാണ് ഞാനെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ നാം പ്രഖ്യാപിക്കുകയാണ്. ഗൗസുൽ ആലമിനോട് ഇസ്തിഗാസ നടത്തുന്നു, ഇബാദത്ത് നടത്തുന്നില്ല. റിഫായി തങ്ങളോട് ഇസ്തിഗാസ നടത്തുന്നു, ഇബാദത്ത് ചെയ്യുന്നില്ല. അതുപോലെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങളെ വിളിച്ചിട്ട് സഹായം അഭ്യർത്ഥിക്കുന്നു. പക്ഷേ അവർക്കൊന്നും ഇബാദത്ത് ചെയ്യുന്നില്ല. അവരോട് നാം സഹായം അഭ്യർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അങ്കുരിക്കുന്ന ഒരു ചിന്തയുണ്ട്. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ചെയ്യുന്നത് എന്റെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണ്. ഗൗസുൽ ആലമിന് സ്വന്തമായിട്ടൊരു കഴിവില്ല, റിഫായി തങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു കഴിവില്ല, മമ്പുറത്തെ തങ്ങൾ പാപ്പാക്ക് ഒരു സ്വന്തമായ കഴിവില്ല, സിഎം വലിയുള്ളാഹിക്ക് സ്വന്തമായിട്ട് കഴിവില്ല. ആ മഹാനുഭാവന്മാരെ ഞാൻ വിളിക്കുമ്പോ എന്റെ റബ്ബ് അവരിലൂടെ എന്നെ സഹായിക്കുകയാണ്. അതിനൊരിക്കലും തെറ്റു പറയാനില്ലെന്ന വളരെ വ്യക്തമായ ചിന്തയിലൂടെ, വിശ്വാസത്തിലൂടെയാണ് ഞാൻ വിളിക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. പക്ഷേ നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ കള്ളവാചകം ചൊല്ലുകയല്ലേ? ഹനീഫൻ മുസ്ലിമായിട്ട് എന്റെ ശരീരത്തെ, എന്റെ സർവത്തെയും, എന്റെ മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും ഞാൻ സമർപ്പിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാനൊരിക്കലും ഒരു മുശ്രിക്കല്ല. എന്നിട്ടാണ് വീണ്ടും നാം പറയുന്നത് ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെയാണ് നാം പറയുന്ന ഏറ്റവും വലിയ കളവ്. ഇന്ന സ്വലാത്തി, നിശ്ചയം എന്റെ നിസ്കാരം, നിശ്ചയമായിട്ടും എന്റെ ഈ നിസ്കാരങ്ങൾ, 5 വക്ത് നിസ്കാരങ്ങള്, അതിനോടുകൂടെയുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങള്, അതുകൂടാതെയുള്ള മുത്തലക്കായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങള്, ദുഹാ നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ള നിസ്കാരങ്ങളൊക്കെയും നിസ്കരിക്കുന്നു. പക്ഷേ ഈ നിസ്കാരങ്ങൾ അല്ലാഹുവിന് വേണ്ടിയാണെന്ന് ആണയിട്ടിട്ട് ഓരോ നിസ്കാരത്തിലും വജ്ജഹത്ത് ഓതി പറയുന്നവരുണ്ട്. എന്നാൽ കുറെ ആൾക്കാർ ഫർദ് നിസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ മാത്രം വജ്ജഹത്ത് ചൊല്ലും. ബാക്കിയുള്ള ളുഹ്റിലും അസറിലൊക്കെ വജ്ജഹത്ത് ഓതാറുണ്ടോ, ഈ ദുആഉൽ ഇഫ്തിതാഹ് ചെല്ലാറുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം. വജ്ജഹത്തു മയ്യത്ത് നിസ്കാരത്തിൽ വജ്ജഹത്ത് എന്തില്ല? സുന്നത്തില്ല. മറ്റുള്ള എല്ലാ നിസ്കാരത്തിലും വജ്ജഹത്ത് സുന്നത്തുണ്ട്. യഥാർത്ഥത്തില് ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാല് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒരാള് കൈകെട്ടുന്നത് കാണാം. പിന്നിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോ 1-2 പ്രാവശ്യം അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ നിസ്കാരത്തിന് കൈകെട്ടിയാൽ സുജൂദിലെത്തിയിട്ടുണ്ടാവും. ളുഹ്ർ നിസ്കാരത്തിന് സൂറത്ത് ഓതലുണ്ടോ, വജ്ജഹത്ത് ദുആഉൽ ഇഫ്തിതാഹ് ഓതാറുണ്ടോ, അതല്ലെങ്കിൽ മറ്റുള്ള സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? അല്ലാഹു അഅലം.
അതുപോലെ ഇമാമിന്റെ കൂടെയായിട്ട് നിസ്കരിക്കുമ്പോൾ ഉള്ള ആ ഒരു തുമഅനീനത്ത് നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഉണ്ടാകാറില്ല. ഇവിടെയാണ് അല്ലാഹു തആല പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാരനാണ് വൈലി എന്ന നരകം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവനവന്റെ നിസ്കാരത്തെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, അവന്റെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവന് അശ്രദ്ധനാണ്. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ യാന്ത്രികമായിട്ട് നാം നിസ്കരിക്കുന്നു, ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ കടമ തീർക്കാൻ വേണ്ടി നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തിൽ തന്നെ ആദ്യമായിട്ട് അള്ളാഹുവിനോട് പച്ചക്കള്ളം പറയുകയാണ്. അള്ളാഹുവിന്റെ മുഖത്തിനും അള്ളാഹുവിന്റെ മുന്നിൽ നിന്നിട്ടുള്ള മുനാജാത്താണ്, നേരിട്ടുള്ള ഒരു അടിമയും അവന്റെ ഖാലിക്കായ റബ്ബും തമ്മിലുള്ള മുനാജാത്താണ്, അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് പറയുന്നു, ഇന്ന സ്വലാത്തി, നിശ്ചയം എന്റെ നിസ്കാരം, വനുസുക്കി, എന്റെ സൽക്കർമ്മങ്ങള്. എന്തൊക്കെയാ സൽക്കർമ്മങ്ങള്? ഞാൻ സുന്നി ഗ്ലോബൽ വോയിസിൽ ഒരു അഡ്മിനാണ്, അതല്ലെങ്കിൽ സുന്നി ഗ്ലോബൽ വോയിസിൽ ഒരു സ്ഥിരം കാഴ്ചക്കാരനാണ്, അതല്ലെങ്കിൽ സുന്നി ഗ്ലോബൽ വോയിസിൽ ഞാൻ സാമ്പത്തികമായി സംഭാവന ചെയ്യുന്നവനാണ്, അതല്ലെങ്കിൽ സുന്നി ഗ്ലോബൽ വോയിസിന്റെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവനാണ്, അതല്ലെങ്കിൽ ഈ സുന്നി ഗ്ലോബൽ വോയിസിന്റെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ഈ പ്രവർത്തിക്കുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ട് ഒരു ചിന്തയുണ്ട്, ബാക്കവി ചുഴലി എന്ന ഐഡി ഒന്ന് അറിയപ്പെടണം. ഈ ക്ലാസ് റൂമിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെയും എന്നെ ഒന്ന് അറിയണം. അങ്ങനെ ഞാൻ അവരുടെ നാടുകളിൽ ചെല്ലുമ്പോ മാഷാ അല്ലാഹ് ഉസ്താദൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞെന്നെ സ്വീകരിക്കണോ. അങ്ങനെ എനിക്ക് ലഭിക്കാവുന്ന ഭൗതികമായ താല്പര്യങ്ങളൊക്കെയും സംരക്ഷിക്കപ്പെടണം എന്ന ചിന്തയാണ് എന്റെ മനസ്സിലുള്ളത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേ, വനുസുക്കി, എന്റെ സൽക്കർമ്മങ്ങളും ഞാനിതാ അള്ളാഹുവിന് സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമല്ലേ? മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായി ജോലി ചെയ്യുന്നവരുണ്ട്, മഹല്ലിന് വേണ്ടി പ്രവാസ ലോകത്ത് കമ്മിറ്റി രൂപീകരിച്ച് വർക്ക് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളിൽ പൊതുപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഇവരൊക്കെയും ചെയ്യുന്ന പ്രവർത്തനത്തിൽ അവരുടെ ചിന്തകൾ എന്താണ്? ഈ ഭൂമി ലോകത്ത് എനിക്ക് കിട്ടാവുന്ന പ്രശസ്തി എത്രത്തോളമാണ്? ഈ പ്രശസ്തിയിൽ നിന്ന് എനിക്കിവിടെ എന്തൊക്കെയാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത്? ആ നേടിയെടുക്കുന്ന ലക്ഷ്യങ്ങളെ വെച്ചുകൊണ്ടാണ് ആ പ്രവർത്തനമെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ നാം 5 വക്ത് നിസ്കാരത്തിന്റെ സമയത്ത്, അതല്ലെങ്കിൽ എല്ലാ നിസ്കാരങ്ങളിലും അള്ളാഹുവിനോട് പറയുന്ന ആ സത്യവാചകത്തിനെതിരല്ലേ? ഓരോ ദിവസത്തിലും നാം എത്ര പ്രാവശ്യമാണ് റബ്ബിനോട് കളവ് പറയുന്നത്? ആരാണ് റബ്ബെന്നറിയാമോ? എത്രയോ ആഴങ്ങളിൽ കിടക്കുന്ന ഏതോ ഒരു പാറക്കെട്ടിന്റെ അടിയിൽ കൂടെ സഞ്ചരിക്കുന്ന കൂരാക്കൂരിരുട്ടില് സഞ്ചരിക്കുന്ന ഉറുമ്പിന്റെ ചലനം പോലും കാണാൻ സാധിക്കുന്ന, ഏത് ശബ്ദമയമായ അന്തരീക്ഷത്തിലുമുണ്ടാകുന്ന ചെറിയ ശബ്ദങ്ങളെ കേൾക്കാൻ കഴിയുന്ന, ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് സംഭവിക്കുന്ന സംഭവങ്ങളെയും കൃത്യമായി അറിയുന്ന റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനുണ്ടല്ലോ. നിന്റെ മനസ്സിനെ സൃഷ്ടിച്ച റബ്ബ്, നിന്റെ തലച്ചോറിനെ സൃഷ്ടിച്ച റബ്ബ്, നിന്റെ ശരീരത്തെ പാകപ്പെടുത്തിയ റബ്ബ്, ആ റബ്ബിന്റെ മുന്നിൽ വെച്ച് നീ ചിന്തിക്കുന്നത് എന്താണ്? അത് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അറിയുമല്ലോ. നിന്റെ പ്രവർത്തനം റബ്ബ് കാണുന്നുണ്ടല്ലോ. എന്നിട്ട് റബ്ബിനോട് നീ എന്തേ പറയുന്നത്? എന്റെ മുഴുവൻ നല്ല പ്രവർത്തനങ്ങളും നിനക്ക് വേണ്ടിയാണ് റബ്ബേ എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് കളവ് പറയുകയാ. വനുസുക്കി, എന്റെ സൽക്കർമ്മങ്ങള് അള്ളാഹുവിന് വേണ്ടിയാണ്. ആണോ എന്റെ കൂട്ടുകാരെ? നമ്മുടെ പ്രവർത്തനം അള്ളാഹുവിന് വേണ്ടിയാണോ? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത്? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണോ നാം ചെയ്യുന്നത്? വനുസുക്കി വമഹ്യായ, എന്റെ ജീവിതവും ഇതാ റബ്ബിന് വേണ്ടിയാണ്. വമമാതി, എന്റെ മരണവും. ഒരു മിനിറ്റ്. ജീവിതവും മരണവും അള്ളാഹുവിന് വേണ്ടിയാണത്രേ. എങ്ങനെയാ ജീവിക്കുന്നത്? ഹറാമ് ചെയ്യാതെ, ഹറാമ് ചിന്തിക്കാതെ, ഹറാമിലേക്ക് നടക്കാതെ, ഹറാമ് ഭുജിക്കാതെ നമുക്കൊരു ദിവസം കഴിച്ചുകൂട്ടാൻ സാധിക്കുന്നുണ്ടോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുവിന് വേണ്ടിയാണെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ നാം ആദ്യം ഒരു സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. സാധാരണഗതിയിൽ ചെയ്ത സത്യപ്രതിജ്ഞയൊക്കെ പൊളിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രവർത്തനം, അല്ലേ?
അല്ലെ? സ്കൂളിൽ നിന്ന് നമ്മൾ സത്യപ്രതിജ്ഞ നടത്തും. എല്ലാ ഭാരതീയനും എന്റെ സഹോദരി സഹോദരന്മാരാണ്, അല്ലെ? ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അല്ല, ഇന്ത്യയിൽ ജീവിക്കുമ്പോ അതൊരു നല്ല പൗരനായി ജീവിക്കാനുള്ള സത്യപ്രതിജ്ഞ ചെയ്യും. ഈ ചെയ്തതില് പിൽക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലും ബന്ധപ്പെട്ടിട്ട് പരസ്പരം അടിക്കുകയും കൊല്ലുകയും ചീത്ത വിളിക്കുകയും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരും നമ്മൾ തന്നെയാണ്, അല്ലേ? അതിൽ മതമില്ല, രാഷ്ട്രീയമില്ല, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ചെയ്ത സത്യപ്രതിജ്ഞ ആരുടെങ്കിലും മനസ്സിലുണ്ടോ? പാർലമെന്റിലും നിയമസഭയിലും മന്ത്രിസഭയിലും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഞാൻ ഈ ഭാരതത്തിന്റെ മന്ത്രി എന്ന നിലയിൽ, ഈ ഭാരതത്തിന്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആരിൽ നിന്നും അനാവശ്യമായി അഴിമതി പ്രകാരമോ അതല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സത്യത്തിന് നിരക്കാത്തതായ ഒരു പണമോ ഇടപാടോ അതല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ നടത്തുകയോ സ്വീകരിക്കുകയോ ചെയ്യുകയില്ല എന്ന് എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന മന്ത്രിപുങ്കവന്മാര്, നമ്മുടെ നാട്ടിലുള്ള ജനപ്രതിനിധികള് ചെയ്തു കൂട്ടുന്ന അഴിമതികളുടെയും താന്തോന്നിത്തരങ്ങളുടെയും കണക്കെടുത്തു നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സത്യപ്രതിജ്ഞക്ക് നമ്മുടെ നാട്ടിൽ എന്ത് വിലയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മന്ത്രിയുടെ മനസ്സിന്റെ ഉൾത്തടങ്ങളിൽ അങ്കുരിക്കുന്ന ആഗ്രഹങ്ങളെയും ചിന്തകളെയും കുറിച്ച് മനസ്സിലാക്കാൻ തന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന തന്റെ പ്രജകൾക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സ്കൂളിന്റെ അസംബ്ലിയിൽ വെച്ച് ഈ ചൊല്ലുന്ന സത്യപ്രതിജ്ഞ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരിക്കലും കൂടെയുള്ള മറ്റൊരു കൂട്ടുകാരന് അറിയാൻ സാധിക്കില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിൽ വെച്ച് നാം ചെയ്യുന്ന സത്യപ്രതിജ്ഞ വാക്കുകൾ, നാവുകൾ കള്ളമാണ് പറയുന്നത്, മനസ്സിലുള്ളത് മറ്റൊന്നാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള റബ്ബിന്റെ മുന്നിലാണ് നാം ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന് ഒരു വേള നാം ചിന്തിക്കണം. അങ്ങനെ എങ്ങാനും ചിന്തിച്ചു പോയാൽ നിസ്കാരത്തിന്റെ രൂപം അങ്ങോട്ട് മാറിപ്പോകും. എന്നിട്ടോ വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് ആ സത്യപ്രതിജ്ഞ ചൊല്ലിയതിന് ശേഷം നാം ഇതാ നിസ്കാരത്തിന്റെ റുക്നിലേക്ക് കടക്കുകയാണ്. ഔദുവും ബിസ്മിയും ഓതിയിട്ട് ഫാത്തിഹ സൂറത്ത് ഓതുകയാണ്. ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ അതിലുള്ള ഓരോ അക്ഷരങ്ങളും കൃത്യമായി മൊഴിയാൻ സാധിക്കുന്ന എത്ര കൂട്ടരുണ്ട്. സുന്നി ഗ്ലോബൽ വോയിസിൽ രാവിലെ എല്ലാ ദിവസവും ഖുർആനിന്റെ പാരായണ ശാസ്ത്രം സംബന്ധിച്ച ക്ലാസ് നടക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ വന്നിട്ട് ഒരു പ്രാവശ്യം പാരായണം ചെയ്യാൻ മടിയുള്ളവരാണ് ഞാനും നിങ്ങളും. ആ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് അതുപ്രകാരമുള്ള ഇൽമു പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഞാനും നിങ്ങളും. നമുക്കെന്താ താല്പര്യം? ഏതെങ്കിലും ചേളാരി വിഭാഗത്തെ നാല് ചീത്ത പറഞ്ഞുകൊണ്ട് ബാക്കവി ഒരു പ്രസംഗം നടത്തിയാല് മാഷാ അല്ലാഹ് കൊണ്ടിട്ട് ഇവിടെ പബ്ലിക്കിനെ മൂടും. അതുപോലെ KKM സൈദി ഉസ്താദ്, മറ്റുള്ള കേൾവിക്കാരൻ ഉസ്താദിനെ പോലുള്ള വളരെ മഹത്തുക്കളായ പണ്ഡിതന്മാര് വഹാബികളെ ഇവിടെ നിന്ന് കീറിമുറിക്കുന്ന ഒരു രംഗം കണ്ടാല് ഐഡികളുടെ എണ്ണം അങ്ങോട്ട് കൂടിപ്പോകും. അങ്ങനെ മാഷാ അല്ലാഹ് കൊണ്ടൊരു പെരുമഴ പെയ്യിപ്പിക്കും. അങ്ങനെ ആവേശം കൊണ്ടിട്ട് ഇറങ്ങിപ്പോകും. പക്ഷേ ഈ നടത്തപ്പെട്ട പ്രഭാഷണങ്ങളില്, ഈ നടത്തപ്പെട്ട ചർച്ചകളില് എനിക്കെന്ത് പഠിക്കാൻ സാധിച്ചു എന്ന് ചിന്തിക്കുകയും അതിൽ നിന്ന് തന്റെ ജീവിതത്തിന് എന്ത് പരിവർത്തനമുണ്ടാക്കാൻ സാധിച്ചു എന്ന് ചിന്തിക്കുന്ന എത്ര കൂട്ടുകാരുണ്ട് എന്റെ കൂട്ടത്തില് എന്റെ ശബ്ദം ശ്രവിക്കുന്നത് ഉണ്ടോ? ഇല്ല. എല്ലാരും കേൾക്കും. നല്ല ശൈലിയിലുള്ള ഒരു പ്രസംഗം കേട്ടാ മാഷാ അല്ലാഹ് ആ തരക്കേടില്ല. ഇനിയോ ചില പ്രസംഗങ്ങള് അത്രാണ്ട് പോരാ. മൂപ്പരുടെ ആ ഒരു രീതി എന്ത് ചെയ്യണമെന്ന് മാറ്റാനുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇങ്ങനെ നിരൂപണം നടത്താൻ വേണ്ടി നിരൂപക വൃന്ദമാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ഫാത്തിഹ സൂറത്ത് കൃത്യമായി ഓതാൻ അറിയുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? എത്ര ആൾക്കാർ കൂട്ടത്തിലുണ്ട്? ഏകദേശം 10-12 കൊല്ലം ദർസുലോതി പഠിച്ചു. അവിടെ നിന്ന് 40 ദിവസത്തെ തജ്വീദിന്റെ കോഴ്സിന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ബാഖിയാത്തു സാലിഹാത്തിലേക്ക് ചെന്നു.
എന്നിട്ട് 3 വർഷം തജ്വീദിന്റെ ക്ലാസ്സിലിരുന്നു. പക്ഷെ ഇപ്പോഴും ഒരു ഉസ്താദിന്റെ മുന്നിൽ ഞാൻ ഫാത്തിഹ ഓതിയാൽ അത് തെറ്റ് കണ്ടുപിടിക്കാൻ മാത്രം തെറ്റുകളുണ്ട് എന്റെ ഫാത്തിഹയില്. അതിവിടെ ഗ്ലോബൽ വോയിസിലെ ക്ലാസ്സിൽ തന്നെ എനിക്ക് അനുഭവപ്പെട്ടതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അറബി അക്ഷരമാലയിലുള്ള ഓരോ അക്ഷരങ്ങളുടെയും മഖ്റജുകളെ അറിയാതെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്നറിയാത്ത എത്രയോ കൂട്ടുകാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെയൊക്കെയും നിസ്കാരത്തിലെ ഫാത്തിഹയുടെ അവസ്ഥ എന്താണ്? ഫാത്തിഹ ബാത്തിലായി പോയാൽ ഷാഫി മദ്ഹബ് പ്രകാരം അവന്റെ നിസ്കാരം ബാത്തിലാണ്. ലാ സ്വലാത്ത, നിസ്കാരമില്ല. ഫാത്തിഹത്ത് ഉമ്മുൽ കിതാബായ ഫാത്തിഹ ഇല്ലാതെ ഒരാളുടെ നിസ്കാരം സഹീഹാകില്ലെന്ന ഹദീസ് പ്രകാരത്തില് അതിന്റെ അടിസ്ഥാനത്തില് ഷാഫി മദ്ഹബില് ഫാത്തിഹ ഓതാതെ നിസ്കാരം സഹീഹാകില്ല. ഫാത്തിഹയുടെ ഓത്ത് പരാജയപ്പെട്ടു കഴിഞ്ഞാലും അവന്റെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. അങ്ങനെ വരുമ്പോ ആ ഫാത്തിഹ സൂറത്തിന്റെ പാരായണ ശാസ്ത്രം പഠിക്കാൻ തയ്യാറാകാത്ത കൂട്ടുകാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ കുറ്റക്കാരാവുകയില്ലേ? എല്ലാരും കുറ്റക്കാരാകും. ഫാത്തിഹ സൂറത്ത് ഓതാൻ പഠിക്കാത്തതിന്റെ കുറ്റം നമുക്കുണ്ടാകും. അതുകൊണ്ട് ക്ലാസുകൾ എവിടെ നിന്നൊക്കെ കിട്ടുമോ ആ ക്ലാസുകളിൽ നാം പങ്കെടുക്കണം. വിഷയമതല്ല. നിസ്കാരത്തിന്റെ മറ്റുള്ള റുക്നുകള്, ഫാത്തിഹ ഓതിയിട്ട് സൂറത്ത് ഓതുന്നവൻ സൂറത്ത് ഓതും, അല്ലാത്തവൻ സൂറത്ത് ഓതാതെ റുക്കൂയിലേക്ക് പോകും. റുക്കൂയിലേക്ക് പോകുമ്പോൾ കുറെ മസ്അലകളുണ്ട്. നമ്മൾ നിസ്കാരം ഫാത്തിഹ ഓതി സൂറത്ത് ഓതി പെട്ടെന്ന് നമ്മുടെ മുട്ടിന്റെ താഴെ ഒരു ചൊറിച്ചിൽ വന്നു. അങ്ങനെ ചൊറിയാൻ വേണ്ടി കുനിഞ്ഞു. അതിനെ റുക്കുവാക്കി മാറ്റിയാൽ അത് റുക്കുവായി പരിഗണിക്കപ്പെടുമോ? പണ്ഡിതന്മാരോട് ചോദിക്കണം. പരിഗണിക്കപ്പെടില്ല. റുക്കുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ കുനിയണം. മിക്കപ്പോഴും സംഭവിക്കുന്നതാണത്. എന്തേ ഒരു ചെറുതായിട്ടുള്ള ഒരു ചൊറിച്ചിൽ വരും കാലിന്റെ മുട്ടിന്റെ താഴെ, അതിനുവേണ്ടി കുനിഞ്ഞിട്ട് ഇനി ഏതായാലും വീണ്ടും എഴുന്നേറ്റ് പോകേണ്ടതില്ലല്ലോ, എന്നാ പിന്നെ ഈ വന്ന സ്ഥിതിക്ക് ഇവിടെ അങ്ങോട്ട് റുക്കുവാക്കിയേക്കാം. അങ്ങനെ റുക്കു ചെയ്യുന്നത് റുക്കുവാകുമോ? ആ റുക്കുയിൽ ചെല്ലേണ്ട തസ്ബീഹുകൾ എന്താണ്? ആ റുക്കുയിൽ നിന്ന് എഴുത്തിദാലിലേക്ക് ചെല്ലണം. ആ എഴുത്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുന്നു. പക്ഷേ ഈ വേളകളിലൊക്കെയും യാന്ത്രികമായ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നല്ലാതെ അവിടെയൊക്കെയും എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്ത എന്താ? ഔലിയാക്കള്, ആരിഫീങ്ങള്, മശായിഖന്മാര് എന്താ നിസ്കരിക്കുമ്പോ അവരുടെ ചിന്ത? അല്ലാഹു എന്ന ഒരൊറ്റ ചിന്തയാണ്. സ്വർഗം ചിന്തിക്കൂല്ല, നരകം ചിന്തിക്കൂല്ല, അവസാനത്തിലുള്ള അദാബിനെ ചിന്തിക്കൂല്ല. അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്താണ്, അല്ലാഹുവിനെ കാണലാണ്, അല്ലാഹുവുമായിട്ടുള്ള സംസാരമാണ്. ആ സംസാരത്തിൽ തലഫുദ് കണ്ടെത്തിയ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു ചോദിക്കുന്നു, എന്തേ മൂസ നിന്റെ കയ്യില്? അലൈഹിസ്സലാത്തു വസ്സലാം, അത് എന്റെ വടിയാണ്, അതുകൊണ്ട് ഞാൻ നടക്കാൻ ഉപയോഗിക്കും, അതുകൊണ്ട് പല പ്രയോഗങ്ങളും ഞാൻ നടത്തുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനോട് സംസാരിക്കാൻ കിട്ടിയിട്ടുള്ള അവസരങ്ങളെ എത്രയോ കൂടുതലാക്കിയിട്ട് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് തലസ്സുദ് കണ്ടെത്തിയ, സുഖം കണ്ടെത്തിയ അമ്പിയാക്കള്, അതുപോലെ തന്നെ ഔലിയാക്കള്, മശായിഖന്മാര്, അവർ നിസ്കരിക്കുന്ന സമയത്ത് അവരുടെ രക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണ് അവരുടെ മനസ്സില്. നമ്മുടെ മനസ്സിലോ നമ്മുടെ കച്ചവടമാണ്, നമ്മുടെ മറ്റുള്ള ഭൗതികമായ ചിന്താഗതികളാണ്, നമ്മുടെ മറ്റുള്ള വിഷയങ്ങളാണ്, ക്ലാസ് റൂമുമായിട്ടുള്ള ബന്ധങ്ങൾ വിഷയങ്ങളാണ്, അതല്ലെങ്കിൽ ഭാര്യയുമായിട്ടുള്ള വിഷയങ്ങള്, കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളാണ്. സുജൂദിൽ കിടന്നുറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്, റുക്കൂയിൽ ഉറക്കം തൂങ്ങി തെറ്റി വീഴുന്ന ആൾക്കാരുണ്ട്. എന്തോ ഒരു നിസ്കാരമാണ് ഈ നിസ്കാരം. ഈ നിസ്കാരത്തെക്കുറിച്ച് തന്നെയാണ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്കാണ് വൈലി എന്ന നരകം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവന്റെ നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധവാനാണ്. ഇടയിലിടയിൽ സ്വബഹി ഖളാക്കി പോകുന്നു, ളുഹർ നിസ്കാരം വിട്ടുപോകുന്നു, അസ്ർ നിസ്കാരം മറന്നുപോകുന്നു, ഇശാ നിസ്കാരം മറന്നുപോകുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇശാ നിസ്കാരത്തെ കൃത്യമായി ഒരു ഇശാ നിസ്കാരത്തെ ജമാഅത്തായി നിസ്കരിക്കുന്നവന്റെ ശ്രേഷ്ഠതകൾ ഒരുപാടുണ്ട്. എല്ലാവർക്കും ഒന്നും സാധിക്കൂല. ഇശാ നിസ്കാരം മിക്ക ആൾക്കാർക്കും സാധിക്കാത്ത കാര്യമാണ്. പള്ളിയിൽ പഠിക്കുന്ന മുത്താലിമീങ്ങളും മുദരിസന്മാരും ഉസ്താദുമാരും
അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? കൃത്യമായി നിസ്കരിക്കും. സാധാരണക്കാരുടെ അവസ്ഥ ആ സമയം പിശാച് വല്ലാതെ ഇടങ്ങാറാക്കും. ഒന്നുകിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് വല്ലാതെ സല്ലപിക്കുന്ന സമയമായിരിക്കും. കൃത്യമായ മുഖ്താറായ സമയത്ത് അഫ്ളലായ ഔഖാത്തിൽ നിസ്കരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. ആ സമയത്ത് ഇശാഇന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു ചെന്നാൽ അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾ ഒരുപാടുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സുബഹി നിസ്കാരവും അതേപോലെ തന്നെയാണ്. ലോകം സുഷുപ്തിയിൽ ആണ്ട് ഉറങ്ങുന്ന സമയത്ത്, കരിമ്പടം പുതച്ചുറങ്ങുന്ന സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ ചെറുതായിട്ടുള്ള മനക്കട്ടി പോരാ, നല്ലൊരു മനക്കട്ടി വേണം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമർ എന്ന ഒരു പ്രവർത്തനമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് നിരോധിച്ച ഒരു പ്രവർത്തനമാണത്. ഇശാ സലക്ക് ശേഷങ്ങൾ പെട്ടെന്ന് ഉറങ്ങിക്കോളൂ, കൂടുതൽ സംസാരിക്കരുത്, സൊറ പറഞ്ഞിരിക്കരുത്. അങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്നത് എത്ര സമയമാണോ സൊറ പറഞ്ഞിരിക്കുന്നത് അത്രയും സമയം നിനക്ക് സുബഹിക്ക് എഴുന്നേക്കാനുള്ള മടുപ്പുണ്ടാക്കിയെടുക്കും. പിശാച് നിന്നെ സ്വാധീനിക്കും. വാങ്കി വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ നിനക്ക് സാധിക്കില്ല. സുബഹി വാങ്കി വിളിക്കുമ്പോൾ നിനക്ക് ഒന്നുകൂടി ഉറങ്ങാൻ തോന്നും. കാരണം എന്തേ? വാങ്കി വിളിച്ചാൽ ഇഖാമത്ത് വരെ സമയമുണ്ട്, ഇഖാമത്ത് വിളിച്ചാൽ ഇനിയും ഒരു 5-10 മിനിറ്റ് എനിക്ക് സമയമുണ്ട്. അങ്ങനെ കിടന്നുറങ്ങിയിട്ട് 8-9 മണി വരെയും ഉറങ്ങിപ്പോകുന്ന എന്റെ സ്വന്തത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാര്, സഹോദരിമാര് ഒരുപക്ഷെ ഇതുവരെ സുബഹി കളാക്കാത്തവരായിരിക്കാം. പക്ഷേ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, എന്നെപ്പോലുള്ളവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഈ ഇശാ നിസ്കാരത്തിന് ശേഷം പലവിധ ചർച്ചകളിൽ പങ്കെടുത്തിട്ട് സുബഹി നിസ്കാരം വരെ ഉറക്കൊഴിഞ്ഞിട്ട് ആ വാങ്കി വിളിക്കുന്ന സമയത്ത് കിടന്നുറങ്ങിയിട്ട് സുബഹി നിസ്കാരം കളാക്കുന്ന കൂട്ടരെ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവന്റെ നിസ്കാരത്തെക്കുറിച്ച് അവൻ അശ്രദ്ധരാണ് എന്നതിൽ മുഫസ്സിരീങ്ങൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന 2 അഭിപ്രായമുണ്ട്. എന്താണ് ആ അഭിപ്രായം എന്തറിയുമോ? അവരാ നിസ്കാരത്തിന്റെ നിയമാവലികളെക്കുറിച്ച് അശ്രദ്ധരാണ്, അതല്ലെങ്കിൽ ആ നിസ്കാരത്തിന്റെ സമയങ്ങളെക്കുറിച്ച് അശ്രദ്ധരാണ്, ആ നിസ്കാരത്തിന്റെ സൂക്ഷ്മതയെക്കുറിച്ച് അവർ അശ്രദ്ധരാണ്. ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള രീതിയിൽ നിസ്കരിക്കുന്ന വിഭാഗമുണ്ടല്ലോ, അവർ നരകത്തിലാണ്. വൈലിയെന്ന് നരകത്തിലാകട്ടോ. നമ്മുടെയൊക്കെ നിസ്കാരത്തിന്റെ കോലം അങ്ങനെ തന്നെയല്ലേ? ളുഹ്ർ നിസ്കാരം അത് വലിയൊരു ഇടങ്ങേറൊന്നുമില്ല. ഏത് ജോലിക്കാർക്കും ഭക്ഷണത്തിന് ഒഴിവുണ്ടാവും. ആ സമയത്ത് നിസ്കരിക്കുന്ന ആൾ നിസ്കരിക്കും. പിന്നെ ഹോൾസെയിൽ നിസ്കാരക്കാരുണ്ട്. എങ്ങനെ ഒഴിവ് കിട്ടിയാലും എങ്ങനെ അവസരം കിട്ടിയാലും അവരെത്തിക്കൂല. അവരെല്ലാം കൂടി ഒന്നിച്ച് ഹോൾസെയിലായിട്ട് ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ ഇതെല്ലാം ഒന്നിച്ച് നിസ്കരിക്കും. സ്വബഹി പിന്നെ എന്ത് ചെയ്യും? ഒരു രാവിലെ വളരെ അതിരാവിലെ 8, 8:30, 9 മണിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യും? കാര്യം കഴിച്ചിട്ടുണ്ടാകും. ഈ രൂപത്തിൽ നിസ്കരിക്കുന്ന ആൾക്കാർ എന്തിനു വേണ്ടിയാ? പക്ഷേ അള്ളാഹുവിനോട് അപ്പോഴും പറയുന്നു, ഈ 8 മണിക്കും എന്താ അർജാസ് വിഷയം 9 മണിക്കും 10 മണിക്കും എഴുന്നേറ്റിട്ട് നിന്നിട്ടും അള്ളാഹുവിനോട് പറയുന്നു, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി. എന്റെ സൽക്കർമ്മങ്ങളും നിസ്കാരങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലന നിശ്ചലനാവസ്ഥകൾ മുഴുവനും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണെന്ന് ലജ്ജയില്ലാതെ വിളിച്ചു പറയുന്നു സത്യവിശ്വാസി. എവിടെയാ നമ്മുടെ അവസ്ഥ? എവിടെയാണ് നമ്മുടെ സ്ഥാനം? അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്തെങ്കിലും മനസ്സിന് വല്ല വിഷമമുണ്ടായി കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കും. നമുക്ക് വല്ല ടെൻഷൻ ഉണ്ടായാൽ അന്ന് ളുഹ്ർ ഖളാ ആയിരിക്കും. നമുക്ക് വല്ല വിഷമങ്ങൾ ഉണ്ടായാൽ അന്ന് അസ്ർ ഖളാ ആയിരിക്കും. വീട്ടിലൊരു മരണം സംഭവിച്ചാൽ അന്നത്തെ മഗ്രിബ് ഖളാ ആയിരിക്കും. അതുപോലെ എന്തെങ്കിലും എവിടെയെങ്കിലും വല്ല പ്രശ്നങ്ങൾ ഉണ്ടായാൽ അന്നും നിസ്കാരം ഖളായിപ്പോയി. നമ്മുടെ നിസ്കാരത്തിൽ നമ്മുടെ ചിന്ത സാധാരണഗതിയിൽ എല്ലാവരുടെയും ചിന്ത ഇങ്ങനെ ദുനിയവിയായ ചിന്തയായിരിക്കും. പക്ഷേ മശായിഖന്മാര്, ഔലിയാക്കൾ, അമ്പിയാക്കൾ അവരുടെ നിസ്കാരത്തിൽ അവർക്ക് അള്ളാഹു മാത്രമാണ് ചിന്ത ഉണ്ടാവുക. അപ്പൊ നമ്മുടെ അള്ളാഹുവിനോട് നാം സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അള്ളാഹുവിന് ആ സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനമാണ് നാം ചെയ്യുന്നത്.
വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതം അല്ലാഹുവിനാണ്, എന്റെ മരണം അല്ലാഹുവിന് വേണ്ടിയാണ്, എന്റെ ചലനം അല്ലാഹുവിന് വേണ്ടിയാണ്, എന്റെ നിശ്ചലനാവസ്ഥ അല്ലാഹുവിന് വേണ്ടിയാണ്. ഇവിടെയാണ് അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ ആയിരങ്ങളോളം വർഷക്കാലം ജീവിച്ച ഒരു സമുദായത്തിൽപ്പെട്ട ഉമ്മത്തിനേക്കാളും ഉത്തമരായ ഉമ്മത്തായി നമ്മൾ മാറുന്നത് അവിടെയാണ്. നമ്മൾ ചലന നിശ്ചലനാവസ്ഥകൾ ഇബാദത്തായി മാറുകയാണ്. നാം ജോലി ചെയ്യുന്നത് ഇബാദത്തായി മാറും, നാം ഭാര്യയുമായി ബന്ധപ്പെടുന്നത് ഇബാദത്തായി മാറും, നാം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇബാദത്തായി മാറും, നാം നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നത് ഇബാദത്തായി മാറും. എന്തിനേറെ ഒരു സത്യവിശ്വാസിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സ്വദഖയാണെന്ന് പഠിപ്പിച്ച ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം, അധ്യാപനം നമ്മെ ഉത്തമരാക്കി മാറ്റും. പുഞ്ചിരി സ്വദഖയാണ്. സത്യവിശ്വാസിയെ നോക്കി പുഞ്ചിരിക്കണം. നമുക്ക് സാധിക്കൂ? സത്യവിശ്വാസികളെ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന, റൂമിൽ താമസിക്കുന്നവര്, ജോലിയിൽ പാർട്ട്ണർമാരായിട്ടുള്ളവര്, കച്ചവടത്തിൽ പാർട്ട്ണർഷിപ്പുള്ളവര്, അതുപോലെ തന്നെ ഒരു രാജ്യത്ത് ഒരു നാട്ടിൽ അയൽവക്കത്ത് താമസിക്കുന്നവര്, കൂട്ടുകാരായിട്ടുള്ളവര്, 3 ദിവസത്തിലധികം ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3 ലയാൽ ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഒരു സത്യവിശ്വാസിക്ക് അവന്റെ കൂട്ടുകാരനുമായി 3-ലധികം ദിവസം മിണ്ടാതിരിക്കാൻ പറ്റൂല. ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ എത്രയോ മാസങ്ങളോളം മിണ്ടാതിരിക്കുന്ന, മാസങ്ങളോളം പിണങ്ങി നിൽക്കുന്ന കുടുംബപരമായ പ്രശ്നത്തിലുള്ളവര്, കൂട്ടുകാരുമായുള്ള പ്രശ്നത്തിലുള്ളവര്, മാതാപിതാക്കളുമായി പ്രശ്നത്തിലുള്ളവര്, അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനമതാ, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3 ലയാൽ. 3 ദിവസത്തേക്കാള്, 3 ദിനരാത്രങ്ങളെക്കാള് ഒരു മനുഷ്യനിക്ക് തന്റെ സഹോദരനുമായി പിണങ്ങി നിൽക്കാൻ അനുവാദമില്ല. അല്ലേ? പുഞ്ചിരി പോലും സ്വദഖയാക്കിയ റസൂലുള്ളാഹി, സൽ സ്വഭാവം എന്നുള്ളതൊരു സത്യവിശ്വാസിയുടെ ലക്ഷണമാക്കിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ നാം നമ്മെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. നാം നമ്മെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ഞാനൊരു മുസ്ലിമാണോ? ഞാനൊരു മുഅ്മിനാണോ? ഞാനൊരു സുന്നിയാണോ? ഞാൻ യഥാർത്ഥ സത്യവിശ്വാസിയാണോ? ചിന്തിക്കണം കൂട്ടുകാരെ. ഓരോ ദിവസത്തിലും നിന്റെ ഈമാന് നീ പുതുക്കണം. സത്യവിശ്വാസികളല്ലാത്ത, സൽക്കർമ്മികളല്ലാത്ത മറ്റു മുഴുവൻ ജനങ്ങളും നാശത്തിലാണെന്ന് റബ്ബ് തആല പഠിപ്പിക്കുന്നു. മനുഷ്യനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നിശ്ചയം അല്ലാഹുവിന് വിപരീതം പ്രവർത്തിക്കുന്നവനാണ് മനുഷ്യൻ. ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന സമൂഹം എപ്പോഴും അല്ലാഹുവിന് ധിക്കാരം പ്രവർത്തിക്കുന്നവരാ. എന്താണ് ആ ധിക്കാരം? എന്താണ് ആ ധിക്കാരം? ഞാൻ ആദ്യം പറഞ്ഞു, അല്ലാഹുവിന്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അതേ നിസ്കാരത്തിൽ തന്നെ അല്ലാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുന്നു. നിസ്കാരം നിർവഹിക്കുന്ന വിഷയത്തിൽ നാം അലംഭാവം കാണിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നു എന്ന് വേണ്ട വിശുദ്ധമായ ഇസ്ലാമിൽ വളരെ നിർബന്ധപരമായിട്ടുള്ള അഅ്മാലുകൾ പോലും നമ്മൾ അലംഭാവത്തിലൂടെ അത് നിസ്സാരമായി കാണുന്നു. അല്ലേ? ഒരു ശുക്ർ അള്ളാഹുവിന് എത്രമാത്രം നമ്മൾ ശുക്ർ ചെയ്യണം? ഇബാദത്തിന് വേണ്ടി മാത്രമാണ് നമ്മളെ അള്ളാഹ് പഠിച്ചത്. പക്ഷെ അല്ലാഹു തആല ഇവിടെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ അള്ളാഹുവിന് നന്ദിയുള്ളവരാകണം നാം. നന്ദി പ്രകടിപ്പിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു പ്രക്രിയയുണ്ട്. അൽഹംദുലില്ലാ എന്ന വചനം നാം ഉരുവിടുക. അൽഹംദുലില്ലാ, സർവ്വ സ്തോത്രങ്ങളും അള്ളാഹുവിനാണ്. ഈ അൽഹംദുലില്ലാ എന്ന് ഉരുവിടാൻ നാം ചെലവഴിക്കുന്ന ഊർജത്തിന്റെ സ്രോതസ് അതെവിടെ നിന്ന് ലഭിച്ചു?
ഈ അൽഹംദുലില്ലാ എന്ന് ഉരുവിടാൻ നമുക്ക് നാവിനെ സൃഷ്ടിച്ചു തന്നു ആര്? അല്ലാഹു തആല. അതുപോലെ തന്നെ അൽഹംദുലില്ലാ എന്ന് ഉരുവിടുമ്പോ നാം നിശ്വസിക്കുന്ന ആ ശ്വാസവായുവിനെ തന്ന അല്ലാഹു. ഇതിന് വീണ്ടും നാം ശുക്ർ ചെയ്യണം. അങ്ങനെ ഒരു ശുക്ർ മറ്റൊരു ശുക്രിലേക്ക് യഹ്താജു യശ്കുറു വശുക്റു ശുക്രി യഹ്താജു യശ്കുറു. ഒരു ശുക്ർ മറ്റൊരു ശുക്രിലേക്ക് ഇങ്ങനെ ആവശ്യമായി കൊണ്ടിരിക്കും. അങ്ങനെ ആ ശുക്ർ മരണപ്പെടുന്നവരെ ശുക്ർ ചെയ്താലും നമ്മുടെ ശുക്ർ എന്താവില്ല, അവസാനിക്കില്ല. കാരണം എന്താ? നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, നമുക്ക് ഭക്ഷണം തന്നത് അല്ലാഹുവാണ്, ശ്വാസവായു തന്നത് അല്ലാഹുവാണ്, ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിരതമാക്കിയത് അല്ലാഹുവാണ്, ആമാശയത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, അതിന് ഭംഗിയായ നിലയിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള ആ രാസപദാർത്ഥങ്ങളെ തന്നത് അല്ലാഹുവാണ്, അന്നനാളങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളെയും കൃത്യമായ രീതിയിൽ സംവിധാനിച്ച റബ്ബാണ്. ആ റബ്ബിനോട് നാം ഓരോ അവയവത്തിനു വേണ്ടിയും ശുക്ർ ചെയ്യേണ്ടിയിരിക്കുന്നു, ഓരോ ശ്വാസത്തിനും നാം ശുക്ർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു ലുഖ്മ, ഒരു പിടി ഭക്ഷണം കയ്യിലെടുക്കുമ്പോ ബിസ്മി ചൊല്ലി അത് വയറ്റിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ ഒരു അൽഹംദുലില്ലാ ചൊല്ലണം. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഇങ്ങനെ കഴിക്കുമ്പോ ഓരോ പ്രാവശ്യവും അൽഹംദുലില്ലാ ചൊല്ലണം. കാരണം എന്താ? ഒരു പ്രാവശ്യം നാം ഭക്ഷണം കഴിക്കുന്ന അന്നനാളത്തിലൂടെ ഭക്ഷണം അങ്ങോട്ട് പോകുമ്പോ അന്നനാളത്തിന്റെയും ശ്വാസനാളത്തിന്റെയും ഇടയിലൊരു വാൾവുണ്ട്. ആ വാൾവ് ശ്വാസകോശത്തിലേക്കുള്ള വാൾവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അന്നനാളം ഭക്ഷണ ആമാശയത്തിലേക്ക് പോകുന്ന കുടലിലേക്ക് പോകുന്ന വാൾവ് അടഞ്ഞു പോയാൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നേരെ പോകുന്നത് ശ്വാസകോശത്തിലേക്കാണ്. ക്ലോസ്. അതോടുകൂടെ മനുഷ്യന്റെ കാര്യം കഴിഞ്ഞു. എന്റെ നാട്ടില് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തോട്ടത്തിൽ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട്, വെള്ളം ഇങ്ങനെ നനക്കാൻ വേണ്ടിയിട്ട് പഴയ പെട്രോൾ മണ്ണെണ്ണയൊക്കെ കൂടിയിട്ടുള്ള ഒരു മോട്ടറുണ്ട്. ആ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു വലിയ കയറുണ്ടാകും, ഒരു ചരട്. ആ ചരട് ചുറ്റി വലിച്ച് സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉള്ള മോട്ടോർ അന്നത്തെ കാലം. അങ്ങനെ കുറെ പ്രാവശ്യം ഇദ്ദേഹം വല്ലാതെ അധ്വാനിച്ച് തിരിച്ചും വലിച്ചും പിടിച്ചും ഒരുപാട് ഇടങ്ങറായി ശ്വാസം മുട്ടുന്ന രൂപത്തിൽ ഇദ്ദേഹം അധ്വാനിച്ചു. മോട്ടോർ സ്റ്റാർട്ടായ ആവേശത്തിൽ അദ്ദേഹം പോയി വെള്ളം കുടിച്ചു. ആ ശ്വാസോച്ഛ്വാസം വളരെ ശക്തമായി സംഭവിക്കുമ്പോ കിതച്ചുകൊണ്ട് അദ്ദേഹം വെള്ളം കുടിച്ചപ്പോ വെള്ളം മുഴുവനും പോയത് ശ്വാസകോശത്തിലേക്കാണ്. ഉടനെ തന്നെ വാഹനയാത്ര സൗകര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ആ കാലഘട്ടത്തില് ഏതോ ഒരു ജീപ്പോ മറ്റോ എടുത്തിട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്താ സംഭവിച്ചത്? ഹോസ്പിറ്റലിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്തൊരു തുരന്നിട്ട് ദ്വാരമുണ്ടാക്കിയിട്ട് പൈപ്പിലൂടെ ആ കുടിച്ച വെള്ളം മുഴുവനും പുറത്തെടുത്തതിന് ശേഷമാണ് ആ മനുഷ്യനൊന്ന് ശ്വസിക്കാൻ സാധിച്ചത് എങ്കിൽ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ സംവിധാനത്തെക്കുറിച്ച് ഞാനും നിങ്ങളും എന്താ മനസ്സിലാക്കിയത്? എന്തോ ഒരു സംവിധാനമാ അല്ലാഹു തആല ചെയ്തത്. നമ്മുടെ ശരീരം ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വായ എന്ന ആ പാത്രത്തിലേക്ക് എന്തിട്ട് കൊടുത്താലും യാതൊരു പ്രശ്നമില്ലാതെ അങ്ങോട്ട് ഉള്ളിപ്പോകും. ഉള്ളിപ്പോയിട്ട് അത് അരച്ച് പിണ്ടിയാക്കിയിട്ട് ശരീരത്തിന് ആവശ്യമായത് അത് എടുക്കും, അല്ലാത്തതൊക്കെ പുറന്തള്ളും. ദഹിക്കാതെ ഇരിക്കുന്ന വസ്തുവാണെങ്കിൽ അതേ രൂപത്തിൽ അതിനെ പിന്തള്ളും. രൂപ നാണയങ്ങളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ വിഴുങ്ങിയിട്ട് വീണ്ടും അത് മലത്തിലൂടെ പുറത്തു പോകുന്ന സംഭവങ്ങൾ നാം കാണാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം നമ്മുടെ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചു, ആരെങ്കിലും അവന്റെ ശരീരത്തിന്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ, ആരെങ്കിലും അവന്റെ ശരീരത്തിന്റെ ശക്തിയെക്കുറിച്ച് ചന്ദ്രന്റെ ശക്തിയെക്കുറിച്ച് അവന് മനസ്സിലാകുക തന്നെ ചെയ്യും. പക്ഷേ ആ ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടോ? നാം ഒരിക്കലെങ്കിലും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലേ? നമ്മൾ അല്ലാ എന്ന് കടുത്ത ഭാഷയിൽ വിളിക്കൂ എപ്പോ? നാം ഒരു പഴം മുറിക്കുകയാണ്, അതല്ലെങ്കിൽ പച്ചക്കറി വെട്ടുകയാണ്. ആ സമയത്ത് വിരൽ വെച്ച് വെട്ടുമ്പോ മൂർച്ചയുള്ള കത്തി നമ്മുടെ വിരലിന്റെ ഒരു ഭാഗത്തെ ചെത്തിക്കളഞ്ഞാൽ, വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനം എവിടെയെങ്കിലും ഒന്ന് കടന്ന് ചെന്ന് അടിച്ചുപോയാൽ, മേശന്റെ വലിപ്പ് വലിച്ചിട്ട് തിരിച്ചടക്കുന്ന സമയത്ത് അതിന്റെ ഇടയിലൊന്ന് വിരൽ കുടുങ്ങിപ്പോയാൽ, വാതിൽ അടക്കുന്ന സമയത്ത്
സമയത്ത് ജനലടക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ കൈയുടെ വിരലിന്റെ തൊലിയുടെ ഒരു ഭാഗമങ്ങോട്ട് ഉള്ളിലേക്ക് ചേർന്നിട്ട് രക്തം കല്ലകെട്ടിപ്പോയാൽ അല്ലാഹ് എന്ന് വിളിക്കുന്നല്ലോ. നമുക്കൊരു മുസീബത്തുണ്ടായാൽ അല്ലാഹുവിനെ വിളിക്കുന്നല്ലോ. എന്തെങ്കിലും വിഷമുണ്ടായാൽ അല്ലാഹുവിനെ വിളിക്കുന്നല്ലോ. സങ്കടം വന്നാൽ അല്ലാഹുവിനെ വിളിക്കുന്നല്ലോ. പക്ഷേ അനുഗ്രഹങ്ങളെങ്ങാനും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ഒരു പിഞ്ചോമന നമ്മുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ, നമ്മുടെ കച്ചവടത്തിൽ വല്ല ലാഭവും കിട്ടിപ്പോയാൽ, നമുക്ക് ഏതെങ്കിലും പ്രതീക്ഷിച്ച ഒരു അനുഗ്രഹങ്ങൾ ലഭിച്ചു പോയാൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ആ അല്ലാഹുവിനാണ് സർവസ്തോത്രങ്ങളും നൽകേണ്ടത് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സത്യവിശ്വാസിയാണോ ഞാനും നിങ്ങളും? ആ സമയത്ത് മതിമറന്ന് ആഘോഷിക്കുന്നില്ലേ കൂട്ടുകാരെ? ആ സമയത്ത് റബ്ബിനെ മറന്നു പോകുന്നില്ലേ കൂട്ടുകാരെ? ഏതൊക്കെയോ ആഘോഷവേളയില്, വിവാഹത്തിന്റെ ആഘോഷവേളയില്, അതുപോലെ തന്നെ പുതുവർഷത്തിന്റെ ആഘോഷത്തില്, അതുപോലെ തന്നെ ജന്മദിനത്തിന്റെ ആഘോഷത്തില്, കുട്ടിയുടെ ജന്മദിനം കൊണ്ടാടുമ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ആഘോഷമില്ലേ? തന്റെ പ്രിയപ്പെട്ട മകളുടെ കല്യാണത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട പന്തലില് ആ ആഘോഷത്തിന് മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ഹറാമാക്കിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അകമ്പടിയോടുകൂടിയുള്ള ഗാനമേളകൾ സംഘടിപ്പിച്ചിട്ട്, അതുമല്ല സംഘടിപ്പിക്കുന്നില്ലെങ്കിൽ തന്റെ വീട്ടിലെ താമൻ ഒരുപാട് കാശുകൾ മുടക്കിയിട്ട് കൊണ്ടുവച്ച എത്രയോ പവർഫുൾ ആയിട്ടുള്ള വാട്സുള്ള ഒരുപാട് ഹോം തിയേറ്ററുകളിലൂടെ സിഡിയിലും USB-യിലും ശേഖരിച്ചിട്ടുള്ള ആ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടിയുള്ള ഗാനങ്ങളെ പുറപ്പെടുവിച്ചിട്ട് അവിടെയുള്ള അന്തരീക്ഷത്തെ മലീമസമാക്കിയിട്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോടുള്ള ധിക്കാരമല്ലേ അവിടെ? അൽഹംദുലില്ലാഹ്, ഒരു പെൺകുട്ടിയെ എങ്ങാനും ഒരു മനുഷ്യൻ ഒരു പ്രസവിക്കുകയും അല്ലെങ്കിൽ 2 പെൺകുട്ടിയെയോ 3 പെൺകുട്ടികളെയോ ഒരു മനുഷ്യൻ വളർത്തി വലുതാക്കിയിട്ട് പ്രായപൂർത്തിയെത്തുന്നത് വരെ ദീനിയായ വിജ്ഞാനങ്ങൾ നൽകിയിട്ട്, അവൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ നൽകിയിട്ട്, അവൾക്ക് ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ നൽകിയിട്ട് ആ പെൺകുട്ടിയെ ഒരു നല്ല ഒരു ഭർത്താവിന്റെ കയ്യിലേക്ക്, ഒരു സത്യവിശ്വാസിയുടെ കയ്യിലേക്ക്, ഒരു നല്ല സുന്നിയായ മനുഷ്യന്റെ കയ്യിലേക്ക് വിവാഹം ചെയ്തയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഉത്തരവാദിത്വം പൂർത്തിയായിപ്പോയെന്ന് മാത്രമല്ല, അവൻ സ്വർഗീയ അവകാശിയാണ് എന്ന് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പെൺകുട്ടികളെ ഒരാൾ വളർത്തി വലുതാക്കി നല്ല ഒരു സത്യവിശ്വാസിയായ സുന്നിയായ ഒരു മനുഷ്യന് വിവാഹം ചെയ്തു കൊടുത്ത ആ പിതാവിന് മാതാവിന് എന്ത് ചെയ്യും? സ്വർഗം കിട്ടുന്നു റസൂലുള്ളാഹി. 2 കുട്ടികളായാലും കിട്ടും. ആദ്യമായി പ്രസവിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് വലിയ ബറക്കത്താണെന്ന് റസൂലുള്ളാഹി. തന്റെ ഗർഭത്തിലുള്ളത്, തന്റെ ഭാര്യയുടെ ഗർഭത്തിലുള്ളത് ജനിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അബോർഷൻ നടത്തി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം 6-ാം നൂറ്റാണ്ടിൽ ജനിച്ചതിന് ശേഷം ജീവനോടുകൂടെ മണ്ണിൽ പൂഴ്ത്തിയിടുകയാണെങ്കിൽ, കുഴിച്ചുമൂടുകയാണെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ പെൺകുട്ടികൾക്ക് ജനിക്കുവാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന അധമന്മാരുടെ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ അബോർഷന് വേണ്ടി ഡോക്ടർമാരെ സമീപിക്കുന്നത് അമുസ്ലിമീങ്ങളല്ല, അതിൽ മുസ്ലിമീങ്ങളുമുണ്ട് എന്നുള്ളതാണ് വിരോധാഭാസം. ലാ തഖ്തുലൂ ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. ഖശിയത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മക്കളെ നിങ്ങൾ കൊന്നുപോകരുത്. കാരണം വമാ മിൻ ദാബ്ബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഈ ഭൂമി ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ ജന്തുജാലങ്ങളുടെയും ഭക്ഷണാതിക്രമങ്ങളൊക്കെയും അല്ലാഹു തആലയാണ് സംവിധാനിച്ചത്. അത് മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നത് റബ്ബ് തആലയാണ്. അതിന് നിനക്കെന്തില്ല ഉത്തരവാദിത്വമില്ല. നീ ജസ്റ്റ് ജനിപ്പിച്ചു കൊടുത്താൽ മതി, അല്ലാഹു തആല നോക്കിക്കൊള്ളും. എന്ന് വെച്ച് നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഭീരുവാകരുത് നീ. അല്ലേ? അപ്പൊ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോ പെൺകുട്ടി ജനിച്ചാല് ദാരിദ്ര്യമൊന്നും പേടിയില്ല ഉസ്താദെ. പക്ഷെ സംഗതി എന്താ? 3 വയസ്സായ കുഞ്ഞിനെ പോലും പീഡിപ്പിച്ച് നശിപ്പിക്കുന്ന ലോകത്തിന്റെ മുന്നിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അത് വലിയൊരു പേടി തന്നെയാ കൂട്ടുകാരെ.
ഇവിടെ സർവ്വവിധ ചർച്ചകളും നടന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പീഡനങ്ങൾ സംഭവിക്കുന്നത്? ഒരു വിഭാഗം പറയും പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തിലാണ്, മറ്റൊരു വിഭാഗം പറയും പുരുഷന്മാരുടെ അധമത്വമാണ്, മറ്റൊരു വിഭാഗം പറയും അത് വേറെ എന്തൊക്കെയോ കാരണങ്ങളാണ്. എന്നാൽ എന്റെ കൂട്ടുകാരെ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കരങ്ങളുടെ പ്രവർത്തനം കാരണത്താലാണ് ഭൂമിയിൽ സർവ്വവിധ നാശങ്ങളും ഉണ്ടാകുന്നതെന്ന് റബ്ബിന്റെ പ്രഖ്യാപനമുണ്ട്. എന്റെ കൂട്ടുകാരെ, നാം ചിന്തിക്കണം. ഇവിടെ പുരുഷനും സംയമനം പാലിക്കണം, സ്ത്രീയും സംയമനം പാലിക്കണം, കുട്ടികളും സംയമനം പാലിക്കണം, രക്ഷിതാക്കളും സംയമനം പാലിക്കണം, മിതത്വം പാലിക്കണം, ഇഫ്റാത്ത് തഫ്രീത്തിന്റെ ഇടയിലായിരിക്കണം. സ്ത്രീകൾ മാന്യമായി വസ്ത്രധാരണം നടത്തണം, പുരുഷന്മാര് അന്യ സ്ത്രീകളിലേക്കുള്ള നോട്ടം ഒഴിവാക്കണം. ഇത് രണ്ടും സംഭവിക്കാതെ ഒരു ഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടോ മറുഭാഗത്തെ ന്യായീകരിച്ചതുകൊണ്ടോ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകില്ല. ഒരു പെണ്ണ് എത്ര ക്ലിയറായിട്ട് മാന്യമായി വസ്ത്രം ധരിച്ചു വന്നാലും ഒരു പെണ്ണിനെ ആർത്തിയോടുകൂടെ നോക്കുന്ന ഒരു പുരുഷന് അവനിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിച്ചു എന്ന് വരില്ല. അപ്പോഴെന്താ ഉണ്ടാകേണ്ടത്? ആത്മീയമായ ഒരു ഉന്നമനം ഇവിടെ സംഭവിക്കണം, ആത്മീയമായ ഒരു നവോത്ഥാനം ഇവിടെ സംഭവിക്കണം. അമറുൽ ഉലമയുടെ താജുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനം SSF 40ാം വാർഷികമായും ആഘോഷിക്കുമ്പോ അവരിവിടെ എടുത്തുവെക്കുന്ന അവരുടെ ആദർശങ്ങൾ ഇവിടെ നടപ്പിലാകണം. എന്നാൽ നമുക്കെന്തിന്റെ രക്ഷയുണ്ട്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചുവല്ലോ, അവസാന കാലഘട്ടം വന്നാൽ സിന അധികരിക്കുന്ന കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിനെ കുറിച്ച് ഹബീബ് പഠിപ്പിക്കുന്നത് എന്താണ്? ഈ നടുറോട്ടിൽ വെച്ചിട്ട് പൊതുവഴിയിൽ വെച്ചിട്ടൊരു പുരുഷനും സ്ത്രീയും പരസ്യമായി വ്യഭിചരിക്കും. അത് വ്യഭിചരിക്കുമ്പോൾ അതിലൂടെ നടന്നു പോകുന്ന മനുഷ്യൻ പറയും, ഒരൽപ്പം മാറിക്കിടക്കൂ, വഴിപോയിക്കോട്ടെ, ഞങ്ങൾ വഴിമാറിപ്പോയിക്കോട്ടെ എന്ന് പറയും. മറിച്ച് എടോ, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ചെയ്യുന്നത് നീചമായ പ്രവൃത്തിയാണെന്ന് ആ മനുഷ്യനെ ഗുണദോഷിക്കാൻ ഇവിടെ ആളുണ്ടാകില്ല. അതുപോലെ തന്നെ അവസാനം ഭൗമോപരിതലത്തിൽ അല്ലാഹ് എന്നുച്ചരിക്കാൻ താൽപര്യമില്ലാത്തവരായിട്ട് അധപ്പതിച്ച ഒരു കാലഘട്ടത്തിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. സിന അധികരിക്കും. സിന അധികരിക്കുന്ന കാലഘട്ടം. എങ്ങനെ സിന അധികരിക്കുന്നു? മുമ്പത്തെ കാലത്തൊന്നും നമുക്കൊന്നും കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിലാണ് ഇന്ന് സംഭവിക്കുന്നത്. പഴയ കാലങ്ങളില് ചെറിയ കുട്ടികൾ പീഡനത്തിന് ഇരയായിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ആയിരക്കണക്കിന് വരുന്ന ആളുകളിൽ, ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളിൽ ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. സാർവത്രികമായി പെൺകുട്ടികളെ ബലാത്കാരമായി പീഡിപ്പിക്കപ്പെടുന്നു. ഡൽഹിയിൽ നടന്ന ആ സംഭവത്തിന് ശേഷം നിത്യേന 3 നാളും പീഡനക്കേസുകൾ പത്രമാധ്യമങ്ങൾ മുഖേന വെളിപ്പെട്ടു വരുന്നു. വിദ്യാഭ്യാസം കൊണ്ടും സാക്ഷരത കൊണ്ടും ലോകത്തിന്റെ തന്നെ മുന്നിൽ മാതൃകാ പുരുഷന്മാരായി മാതൃകാ വനിതകളായി എടുത്തു കാണിക്കപ്പെടുന്ന കേരളത്തിലെ സാക്ഷരരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള സംസ്കാര സമ്പന്നരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ വർദ്ധിക്കുന്ന കാമാസക്തിയുടെ ശക്തി എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ നാം ഒരുപാട് ബുദ്ധിജീവികളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, നാം ഒരുപാട് ഭൗതികവാദികളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. മദ്രസകളിൽ നടക്കുന്ന പ്രശ്നങ്ങള്, സ്കൂളുകളിൽ നടക്കുന്ന പ്രശ്നങ്ങള്, മതത്തിന്റെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങള്, ഭൗതികതയുടെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങള്, ഇവിടെ ആർക്കും ആത്മീയതയില്ല. എല്ലാവർക്കും ഭൗതികതയാണ് ലക്ഷ്യം, എല്ലാവർക്കും ഭൗതികമായ ഉന്നമനമാണ് ലക്ഷ്യം. മതപരമായ ഇൽമ പഠിപ്പിക്കുന്നവന്റെ ലക്ഷ്യം അല്ലാഹുവായില്ല. ഭൗതികമായ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന മാഷുടെ ലക്ഷ്യം എന്തായില്ല? ആത്മീയമായ ലക്ഷ്യമായില്ല. ഇല്ലേ, സാധാരണ പറയാറുണ്ട്, കണ്ണു നോക്കിയിട്ട് ക്ലാസ് എടുക്കണം, മാറു നോക്കി ക്ലാസ് എടുക്കാൻ പാടില്ല. ഏത് ഭൗതികമായ വിദ്യാഭ്യാസത്തിലാണെങ്കിലും വിദ്യ അഭ്യസിക്കുക. വിദ്യ എന്തിനാണ്? മനുഷ്യന്റെ ഉന്നമനത്തിനാണ്. ആ മനുഷ്യന്റെ ഉന്നമനത്തിന് വെറും ഭൗതികമായ ഉന്നമനം പറ്റില്ല. ഭൗതികമായ ഉന്നമനം മാത്രമാണെങ്കിൽ, യുക്തിപരമായ ചിന്തകൾ മാത്രമാണെങ്കിൽ മകളെ ഒരു മനുഷ്യന് ലൈംഗികമായി ഉപയോഗിക്കാം, ഉമ്മയെ ലൈംഗികമായി ഉപയോഗിക്കാം, പെങ്ങളെ ലൈംഗികമായി ഉപയോഗിക്കാം. ഭൗതികവാദത്തില് ഇതിനെവിടെയാ തെറ്റുള്ളത്? ഇവിടെ ധർമ്മവും അധർമ്മവും തീരുമാനിക്കുന്നത് ആരാ?
പറയുന്നതിന്റെ ശാസ്ത്രീയം എന്താണ്? ഇവിടെയാണ് ആത്മീയതക്ക് അവസരം ലഭിക്കുന്നത്. ആത്മീയതയുടെ പ്രസക്തി വെളിവാകുന്നത് ഇവിടെയാണ്. മതപരമായ കാഴ്ചപ്പാടോടുകൂടെ അതിനെ നാം വീക്ഷിക്കുമ്പോ ഈ സർവ്വലോകത്തെയും സൃഷ്ടിച്ച് സംവിധാനിച്ച ആ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മനുഷ്യന്റെ സുഖത്തിന് വേണ്ടി, മനുഷ്യന്റെ ആഘോഷത്തിന് വേണ്ടി, മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടി പലതിനെയും ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. വെള്ളം ജലം, ദ്രാവക രൂപത്തിലുള്ള വിഷം, അതുപോലെ തന്നെ ശുദ്ധജലം. വിഷം കുടിച്ചാൽ ചത്തുപോകും, മരണപ്പെട്ടു പോകും. വെള്ളം, ശുദ്ധജലം കുടിച്ചാൽ അവൻ ആരോഗ്യം ലഭിക്കും. ആ ശുദ്ധജലം തന്നെ മിനറൽസ് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ വല്ലാതെ തിളപ്പിച്ചിട്ട് അതിന്റെ മിനറൽസ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ വെള്ളം കുടിക്കുന്നത് കൊണ്ട് അവൻ എന്തില്ല, അതിന് പ്രതിരോധ ശക്തി ഉണ്ടാകില്ല. അവന്റെ വയറ് വണ്ണം വെക്കുകയും കുടല് വണ്ണം വെച്ചിട്ട് അവന് കുറെ രോഗങ്ങൾ ഉണ്ടാക്കും എന്നല്ലാതെ ആ വെള്ളം കൊണ്ട് അവൻ ഒരു കാര്യം ഉണ്ടാവില്ല. താൽക്കാലികമായ ദാഹശമനം ഉണ്ടാകും. എന്നാൽ ഒരു സാധാരണ ശുദ്ധജലം കുടിച്ചാല് ആ വെള്ളത്തിലുള്ള ഒരുപാട് അണുക്കളുണ്ട്. അത് അവന്റെ ശരീരത്തിലുള്ള പ്രതിരോധ ശക്തിയെ ഉണ്ടാക്കുന്ന, പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന മിനറൽസ് ഉണ്ട്. ആ മിനറൽസ് നഷ്ടപ്പെടാതെ വെള്ളം കുടിക്കണം. എല്ലാം വെള്ളം തന്നെയാണ്. വിഷവും ദ്രാവക രൂപത്തിലുണ്ട്, ഖരരൂപത്തിലുള്ള വിഷമുണ്ട്, ഖരരൂപത്തിലുള്ള ഭക്ഷണമുണ്ട്. രണ്ടും കഴിച്ചാൽ രണ്ടാണ് ഫലം. ഇതിനെ വ്യത്യസ്തമായി മനസ്സിലാക്കിയിട്ട് കൃത്യമായ രൂപത്തിൽ അതിനെ ഉപയോഗിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണതയിലെത്തുന്നത്. ഇത് പഠിപ്പിക്കണമെങ്കിൽ, ഇത് ശാസ്ത്രീയമായി പഠിപ്പിക്കണമെങ്കിൽ ശാസ്ത്രം വേണം. പക്ഷേ ഈ ശാസ്ത്രത്തെ വളരെ കൃത്യമായി ഇവിടെ സംവിധാനിച്ചത് ആരാണ്? റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണ്. എല്ലാത്തിന്റെയും മടക്കം റബ്ബിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് മടക്കം. കാരണം എന്താ? വെറും ശാസ്ത്രത്തെ നാം പിന്തുണച്ചു കഴിഞ്ഞാൽ ഡാർവിൻ സിദ്ധാന്തം കാലഹരണപ്പെട്ടു പോയി. സൂര്യൻ ചലിക്കുന്നില്ല എന്ന് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ സൂര്യൻ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഭൂമിയാണ് അതിനെ വലയം വെക്കുന്നത്. ചന്ദ്രനും വലയം വെക്കുന്നു. സൂര്യന്റെ ഉപഗ്രഹമായിട്ട് ഏതുണ്ടാകുന്നു? ചന്ദ്രനുണ്ടാകുന്നു. പക്ഷേ വിശുദ്ധമായ ഖുർആൻ ശാസ്ത്രം പഠിപ്പിക്കുന്നു, വശംസു തജ്രീലി മുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم. സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. അതിനൊരിക്കലും കൂട്ടുമുട്ടലുകൾ ഉണ്ടാകുന്നില്ല. അപ്പൊ സൂര്യൻ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ള ആ ഒരു ശാസ്ത്രം ഇന്ന് ദുർബലപ്പെട്ടുപോയി. സൂര്യനും സഞ്ചരിക്കുന്നുണ്ട്. മാത്രമല്ല സൂര്യന്റെ ഉദയം അത് കിഴക്ക് ഭാഗത്തു നിന്നാണ്. ഒരു നിശ്ചിത കാലഘട്ടങ്ങൾക്ക് ശേഷം ആ സൂര്യന്റെ ചലനത്തിന് ഒരു ഭ്രംശമുണ്ടാകും. അത് നേരെ തിരിഞ്ഞിങ്ങോട്ട് കറങ്ങാൻ തുടങ്ങും. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കും. അങ്ങനെ ഉദിച്ചു കഴിഞ്ഞാൽ അവിടെ തൗബ സ്വീകരിക്കപ്പെടില്ല കേട്ടോ. അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ ഭൗതികമായ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഈ പറയപ്പെട്ട പീഡനങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവില്ല. കൊലകൾക്ക് ഒരു അറുതി ഉണ്ടാവില്ല. കൊള്ളിവെപ്പിന് ഒരു അറുതി ഉണ്ടാവില്ല. അതുണ്ടാകണമെങ്കിൽ നമുക്ക് ആത്മീയതയുണ്ടാകണം. ആ ആത്മീയത നമുക്ക് കൈവരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗമാണ് ഞാൻ പറഞ്ഞ നിസ്കാരം. ഒരു മനുഷ്യൻ കൃത്യമായി നിസ്കരിച്ചാൽ ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഒരു യഥാർത്ഥ രൂപത്തിലുള്ള നിസ്കാരം നിർവഹിച്ചാൽ, കൃത്യമായി നിസ്കരിച്ചാൽ പിന്നെ അവനൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ താൽപര്യം തോന്നില്ല. അന്യന്റെ മുതലിലേക്ക് കൈവെക്കാൻ അവന് തോന്നില്ല. അന്യനെ ഗീബത്ത് പറയാൻ ഒരുത്തന് തോന്നില്ല. മറ്റൊരാളെ ഗീബത്ത് പറയാൻ അവന് തോന്നില്ല. ഒരുപാട് ചീത്തകൾ വിളിക്കാൻ തോന്നില്ല. ഒരു മനുഷ്യന്റെ സൽസ്വഭാവത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? എന്തേ? ചീത്ത പറയുന്നവൻ മുനാഫിക്കാണ്, കളവ് പറയുന്നവൻ മുനാഫിക്കാണ്, ഗീബത്ത് പറയലും തെറ്റാണ്, നമീമത്ത് പറയലും തെറ്റാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിലായാലും സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിലായാലും മറ്റേതെങ്കിലും വിഷയത്തിലായാലും
ഏതായാലും പരസ്പരം കടിച്ചു കീറുന്ന രൂപത്തില് പരസ്പരം ചീത്ത പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതൊരിക്കലും ആശാവഹമല്ല. വിശുദ്ധ ഇസ്ലാം അതിന് പ്രചോദനം നൽകുന്നില്ല. വിശുദ്ധ ഇസ്ലാം അതിന് പ്രചോദനം നൽകുന്നില്ല, പ്രോത്സാഹനം നൽകുന്നില്ല. ആത്മീയത കൈവരിക്കണമെങ്കിൽ നിസ്കാരം പഠിക്കണം, വുളൂ പഠിക്കണം, സുന്നി ഗ്ലോബൽ വോയിസിലുള്ള ഫിഖ്ഹിന്റെ ക്ലാസ് കേൾക്കണം, മറ്റുള്ള ക്ലാസ് റൂമുകളിലുള്ള ഫിഖ്ഹിന്റെ ക്ലാസുകൾ കേൾക്കണം. അങ്ങനെ കൃത്യമായി നിസ്കരിക്കാൻ നാം തയ്യാറാകണം. അങ്ങനെ നിസ്കാരത്തിന് പ്രയോറിറ്റി കൊടുക്കണം. കൃത്യമായി നല്ല രീതിയിൽ നാം നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിലൂടെ നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റം സംഭവിക്കും, നമ്മുടെ പ്രവർത്തനത്തിനൊരു ശുദ്ധി കൈവരിക്കും, നമുക്ക് തോന്നിവാസം ചെയ്യാൻ തോന്നാതെ വരും. മറ്റൊരാൾ ചീത്ത പറയുമ്പോ, മറ്റൊരാൾ ഗീബത്ത് പറയുമ്പോ, മറ്റൊരാൾ നമീമത്ത് പറയുമ്പോ, മറ്റൊരാൾ തോന്നിവാസത്തിലേക്ക് പോകുമ്പോ മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി, അവനവന്റെ കരങ്ങളെ കൊണ്ട് തടഞ്ഞുകൊള്ളട്ടെ. ഒരു വൃത്തികേടിനെ ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ, പറയുന്നത് കണ്ടാൽ അവനവന്റെ കരങ്ങളെ കൊണ്ട് തടയട്ടെ. അതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ട് തടയട്ടെ, അതിനും സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ മനസ്സുകൊണ്ട് വെറുത്തുകൊള്ളട്ടെ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുമ്പോ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകും. അങ്ങനെ മാറുമ്പോഴാണ് നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ രീതിക്ക് മാറ്റം വരുന്നത്, സന്താനങ്ങളോടുള്ള നമ്മുടെ രീതിക്ക് മാറ്റം വരുന്നത്. സന്താനങ്ങളോട് നാം പെരുമാറുന്നതിനൊരു രീതിയുണ്ട്. മക്കളെ പരിപാലിക്കുമ്പോ, മക്കളെ ഉറക്കാൻ കിടത്തുമ്പോ, മക്കൾ ഉണർന്നു വരുമ്പോ, മക്കള് സ്കൂളിലേക്ക് പോകുമ്പോ, മക്കൾ മദ്രസയിലേക്ക് പോകുമ്പോ, തിരിച്ചു പോരുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഏത് രൂപത്തിലാവണം എന്ന് തീരുമാനിക്കുന്നത് നാമാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. പിന്നീട് ثم يهيدانه وينصرانه أبواهما أو كما قال رسول الله. ഹദീസിന്റെ അൽഫാദിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. പിന്നീട് അവനെ യഹൂദിയോ നസ്രാനിയോ സുന്നിയോ ജമാഅത്തോ മുജാഹിദോ അതല്ല യുക്തിവാദിയോ ഏതവനാ ആക്കേണ്ടത്, അത് അവന്റെ മാതാപിതാക്കളാണ്. യഥാർത്ഥത്തില് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ചെറൂപ്പ ഉസ്താദിന്റെ ഒരു പോസ്റ്റാണെന്ന് തോന്നുന്നു, ഒരു ഫേസ്ബുക്കിൽ ഒരു ചെറിയൊരു സംഭവം കണ്ടു. എന്താണത്? ഒരു ക്ലാസ് റൂമില് കുറച്ച് കുട്ടികൾ, ആ കുട്ടികളോട് അധ്യാപിക ഒരു വിഷയം പറഞ്ഞു. എന്താണ് വിഷയം? നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം? അവരുടെ ആ ഒരു അഭിലാഷത്തെക്കുറിച്ച്, അംബീഷനെ കുറിച്ച് ഒരു ചോദ്യം. പല കുട്ടികളും പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് ശാസ്ത്രജ്ഞനാവണം, എനിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആവണമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കുട്ടി പറഞ്ഞു, എനിക്കൊരു സഹാബിയാവണമെന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ ചിരിച്ചു. അള്ളാന്റെ ഹബീബിന്റെ കാലത്താണ് സഹാബികൾ ഉള്ളത്. ഇപ്പൊ എങ്ങനെയാടാ ഇവൻ സഹാബിയാവുക? എന്നാൽ ആ മുഅല്ലിമ, ആ അധ്യാപിക കരഞ്ഞുപോയി. എപ്പോ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് ആ അധ്യാപിക ചോദിച്ചു, എന്തേ മോനെ നീ അങ്ങനെ സഹാബിയാകണമെന്ന് പറഞ്ഞത്? അപ്പൊ ആ കുട്ടി പ്രതിവചിച്ച ഒരു പ്രതികരണമുണ്ട്. എന്റെ ഉമ്മ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എനിക്കൊരു സഹാബിയുടെ ചരിത്രം പറഞ്ഞു തരും. ആ ചരിത്രത്തില് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും. എല്ലാ ചരിത്രങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ആ സഹാബി അള്ളാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അള്ളാഹു ആ സഹാബിയെയും ഇഷ്ടപ്പെടുന്നു. അങ്ങനെയെങ്കിൽ എനിക്കും ഒരു സഹാബിയാകണമെന്ന് പറഞ്ഞ ആ കുട്ടിയുടെ മാതാവിന്റെ അവസ്ഥ എന്താ? ആ കുട്ടിയുടെ പിതാവിന്റെ അവസ്ഥ എന്താണ്? അവരാ കുട്ടിയെ വളർത്തുന്ന രീതി എന്താണ്? ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മുടെയൊക്കെ കുട്ടികൾ കഥ പറഞ്ഞു കൊടുക്കാൻ പറയും. നമ്മൾ കഥ പറഞ്ഞു കൊടുക്കും, 1001 രാവുകളുടെ കഥ പറഞ്ഞു കൊടുക്കും, അതല്ലെങ്കിൽ കുഞ്ഞാപ്പൂന്റെ കഥ പറഞ്ഞു കൊടുക്കും, അതുമല്ല എന്നുണ്ടെങ്കിൽ രാമായണത്തിലെ കഥ പറഞ്ഞു കൊടുക്കും, മഹാഭാരതത്തിലെ ദുര്യോധനന്റെ കഥ പറഞ്ഞു കൊടുക്കും, അതുപോലെ തന്നെ അർജുനന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പലതരം തമാശകളുണ്ട്, പലതരത്തിലുള്ള കെട്ടുകഥകളുണ്ട്. ആ കഥകൾ നാം പറഞ്ഞു കൊടുത്തിട്ട് അവരെ തൃപ്തി
ബോധ്യപ്പെടുത്തുമെന്നാൽ എന്റെ സഹോദരി, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് സഹാബത്തിന്റെ ചരിത്രമറിയാം? നിങ്ങൾക്ക് എത്ര പേർക്ക് സഹാബിയത്തായ വനിതകളുടെ ചരിത്രമറിയാം? നിങ്ങൾക്ക് എത്ര പേർക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ചരിത്രമറിയാം? നിങ്ങൾക്ക് എത്ര പേർക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചരിത്രമറിയാം? ആ ചരിത്രത്തിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന എത്ര ഉമ്മമാര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്? എത്ര പിതാക്കളുണ്ട്? വാപ്പ ഒരു കഥ പറയണമെന്ന് പറയുമ്പോ ഏതൊക്കെയോ ജാക്കി ജാന്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അള്ളാന്റെ ഹബീബിന്റെ ഒരുപാട് സുന്ദരങ്ങളായ കുട്ടിക്കഥകളുണ്ട്. ആ കുട്ടിച്ചരിത്രങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തോ? ഈ അധ്യാപികയെ അത്ഭുതപ്പെടുത്തി. മാത്രമല്ല, രണ്ടാമത്തെ ഒരു അധ്യാപകൻ ഒരു കുട്ടികളോട് ചിത്രം വരക്കാൻ വേണ്ടി പറഞ്ഞു. എന്താണ് ആ ചിത്രം? നിങ്ങള് വസന്തത്തെ കുറിച്ചിട്ട് വരക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളൊക്കെ നല്ല ചിത്രശലഭങ്ങള് പൂന്തോട്ടത്തിൽ ഇങ്ങനെ പറക്കുന്ന ചിത്രങ്ങൾ വരച്ചു. അതുപോലെ തന്നെ വലിയ ഫോറസ്റ്റ് വരച്ചു കൊണ്ടുവന്നു. നല്ല പുഴക്കരയും അതുപോലെ മലയുടെ താഴ്വരയും വരച്ചു കൊണ്ടുവന്നു. എന്നാൽ ഒരു കുട്ടി വരച്ചു കൊണ്ടുവന്ന ഒരു ചിത്രമുണ്ടല്ലോ, വിശുദ്ധമായ ഖുർആനുൽ അലീം, അതിന്റെ ഭംഗിയുള്ള പുറഞ്ചട്ടയുടെ ചിത്രം വരച്ചു കൊണ്ടുവന്നു. കുട്ടികളൊക്കെ കൂടി ചിരിക്കാൻ തുടങ്ങി. പക്ഷെ അധ്യാപകൻ അത്ഭുതപ്പെട്ടു. ആ കുട്ടിയോട് ചോദിച്ചു, എന്തേ കുട്ടി നീ മുസാഫ് വരച്ചു കൊണ്ടുവന്നു? പ്രകൃതിയുടെ ഭംഗിയായ വസന്തത്തെക്കുറിച്ച്, റബീഇനെ കുറിച്ച് നിന്നോട് വരക്കാൻ പറഞ്ഞപ്പോ എന്തേ നീ ഇങ്ങനെ വരച്ചതെന്ന് ചോദിച്ചപ്പോ കുട്ടി പറയുന്നു, എന്റെ ഉമ്മയുണ്ടല്ലോ, എന്റെ ഉമ്മ എപ്പോഴും എനിക്ക് പറഞ്ഞു തരുന്ന ഒരു വിഷയമുണ്ട്. ഖുർആനാണ് നമ്മുടെ റബീഅ്. എന്റെ ഹൃദയത്തിന്റെ റബീഅ്, വസന്തം എന്റെ ഖുർആനാണ്. ഖുർആനു റബീഉ ഖുലൂബിനാ എന്ന് പറഞ്ഞു തരും എന്റെ മാതാവ്, എന്റെ പിതാവ് അത് പറഞ്ഞു തരും. അതുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ റബീഉ, വസന്തം ഖുർആനാണ്. ആ ഖുർആനിനെയാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്താ? നാം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്താ? അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. എന്താണ് ആ പ്രഖ്യാപനം? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളും സമ്പത്തും മുഴുവനും നഷ്ടമാണ്, നാശമാണ്, ഫിത്നയാണ്. എപ്പോഴാണ് ആ ഫിത്നയാകുന്നത്? ആ മക്കളെ സാലിഹീങ്ങളായി വളർത്താതിരിക്കുമ്പോ, ഭൗതികതയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് പ്രേരിപ്പിക്കുമ്പോ, ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നാം നൽകുന്ന ആദ്യത്തെ വിദ്യാഭ്യാസം എന്താ? അവരെ നാം പഠിപ്പിക്കുന്നത് എന്താണ്? നാം ആ കുട്ടികളെ നഴ്സറികളിലേക്കാണ് അയക്കുന്നത്. അവിടെ വെച്ച് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉള്ള 4-5 കവിതകൾ അവരെ പഠിപ്പിക്കും. അതുപോലെ പെൺകുട്ടികൾ അവിടെ നിന്ന് ഡാൻസ് ചെയ്യാൻ പഠിക്കും. വീട്ടിൽ വന്നിട്ട് ടീച്ചറെയും അതുപോലെ തന്നെ മാഷയും അത് അനുകരിച്ചുകൊണ്ട് ആ കുട്ടി ഡാൻസ് ചെയ്യും. അത് കണ്ട് കൺകുളിരണിഞ്ഞിട്ട് സന്തോഷത്തോടുകൂടെ ആഘോഷിക്കുന്ന മാതാപിതാക്കളെ, ആ കുട്ടിയുടെ ആദ്യമായിട്ട് ആ കുട്ടിയുടെ നാവിലൂടെ പുറത്തു വരേണ്ടത് എന്താണ്? അല്ലാഹു എന്ന വാക്കല്ലേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള അപദാനമല്ലേ? പഴയകാലത്ത് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ഉറക്കിയിരിക്കുന്നത് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് തൊട്ടിലിന്റെ കയറ് പിടിച്ചിട്ട് ആട്ടിയിട്ട് ആ കുട്ടികളെ അങ്ങനെ ആട്ടി താലോലം പാടി ഉറക്കുന്ന മക്കളുണ്ട്, മാതാപിതാക്കളുണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് ഉറങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഓൺ ചെയ്തിട്ട് അതിൽ നല്ല മ്യൂസിക്കുകൾ ഇട്ട് കൊടുക്കണം, അതല്ലെങ്കിൽ ഗെയിം കാട്ടിക്കൊടുക്കണം, അതല്ലെങ്കിൽ ടെലിവിഷനിലുള്ള പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കണം. അങ്ങനെ കുട്ടികളുടെ മനസ്സങ്ങ് ഉറച്ചു പോകുകയാണ്. ആ കുട്ടികളുടെ മനസ്സ് ഖസ്വത്തുൽ ഖുലൂബായി മാറുകയാണ്. അങ്ങനെ കുട്ടികളിലേക്ക് നിങ്ങൾ ദീന് പറഞ്ഞു കൊടുത്താൽ ഏൽക്കാത്ത രൂപത്തിലേക്ക് അത് പാറ പോലെ ഉറച്ചു പോവുകയാ, അല്ലേ? യഥാർത്ഥത്തിൽ അതല്ലേ സംഭവിക്കുന്നത്? എന്താ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പെങ്ങന്മാരെ, നാം ചിന്തിക്കണം. നമ്മുടെ മക്കളെ താരാട്ട് പാടുമ്പോ നല്ല ദിക്റുകൾ പാടണം. പഴയകാലത്ത് തസ്ബീഹ് ചൊല്ലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി അറിയാതെ ഉറങ്ങിപ്പോവുകയാണ്. പക്ഷേ ഇന്നത്തെ കുട്ടിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നില്ല. കുട്ടി പ്രായപൂർത്തിയെത്തുന്നു, SSLC കഴിയുന്നു, +2 പഠിക്കുന്ന കുട്ടി വീട്ടിലേക്ക് കടന്നു വരുന്നു. മറ്റൊരു പെൺകുട്ടിയുടെ കൈപിടിച്ചുകൊണ്ട് എന്റെ ഗേൾഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതിമൊന്നും വിട്ടുപോയിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ കടന്നു വരികയാണ്. ഈ പെണ്ണിന്റെ പള്ളയിൽ കിടക്കുന്ന കുട്ടിയുടെ ഉത്തരവാദി ഞാനാണെന്ന് അഹങ്കാരത്തോടുകൂടെ വിളിച്ചു പറയുന്ന മക്കളുടെ മാതാപിതാക്കളായി അതപ്പതിച്ചു പോയിരിക്കുകയാണ് ഞാനും നിങ്ങളും. എന്തേ കാരണം? അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുടെ ആ സംസ്കാരത്തെ മുറുകെ പിടിക്കാൻ നാം വെമ്പൽ കൊള്ളുകയാ. ആ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള സംസ്കാരം എന്താണ്? കോളേജിലേക്ക് പോകുന്ന പെൺകുട്ടിയോട് കയ്യില് ഒരു ക്വാണ്ടമെടുത്തുകൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ്, മകളെ ഇത് ഉപയോഗിക്കാൻ നീ മറന്നുപോകരുത്. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഒരു പ്രൊഫഷണൽ കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ക്വാണ്ടം വിതരണം ചെയ്ത സംഭവം വിവരിക്കുകയുണ്ടായി ഒരു ക്ലാസ്സില്. എന്തേ അമേരിക്കക്കാരന്റെ സംസ്കാരത്തോട് നമുക്കിത്രയും താൽപര്യം? അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സംസ്കാരത്തോട് നമുക്ക് പുച്ഛമാണ്. എന്തേ കാരണം? ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കുന്നു, ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. അത് മാത്രമല്ല, കൈകൊണ്ട് വാരി കഴിക്കുന്നതിന് പകരം സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നു. പാശ്ചാത്യന്റെ സംസ്കാരങ്ങൾ ഏതെല്ലാമുണ്ടോ അത് മുഴുവനും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മിലേക്ക് അടർത്തിയെടുത്തിട്ട് അതിനെ പൂർണ്ണമായി അനുകരിക്കുകയാണ് നാം. അത് നമ്മുടെ മക്കളിലേക്ക് നാം പകർത്തിപ്പോയി. ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ടൈ കെട്ടിയിട്ട് നല്ല സൂട്ടും കോട്ടും ഇട്ടിട്ട് മക്കളെ അയക്കുമ്പോ അവന്റെ വരവ് കാണുമ്പോ നമുക്ക് സന്തോഷമുണ്ട്, അവന്റെ പോക്ക് കാണുമ്പോ നമുക്ക് സന്തോഷമുണ്ട്. ഹായ് ഡാഡ്, ഹായ് മാം എന്ന് പറഞ്ഞിട്ട് നല്ല വാചകങ്ങളോടുകൂടി അഭിമുഖീകരിക്കുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള അഹങ്കാരത്തിന്റെ പൊങ്ങച്ചത്തിന്റെ അളവങ്ങോട്ട് കൂടിപ്പോവുകയാ. ആ മകനോടൊന്ന് നിസ്കരിക്കാൻ 7 വയസ്സുള്ള കുട്ടിയോട് നിസ്കരിക്കാൻ ഉപദേശിക്കണം. പക്ഷേ എവിടെ നിസ്കരിക്കാൻ നാം ഉപദേശിക്കുന്നു? സുബഹി നിസ്കാരം ഖളാആക്കിയിട്ട് ഉറങ്ങുന്ന മക്കളുണ്ടല്ലോ, ആ മക്കൾ ചെറിയ കുട്ടിയല്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സുബഹി ഖളാആക്കുന്നത് വരെ ഉറങ്ങാൻ അനുവദിക്കുന്ന മാതാപിതാക്കള്. ഞാൻ പറഞ്ഞത് ഡാഡും മാമെന്ന് വിളിക്കണമെന്നല്ല, വിളിക്കുമ്പോ വലിയ അഹങ്കാരം വരുന്നു. ഇതാണ് ഇന്നത്തെ സംസ്കാരം എന്നാണ് ഞാൻ അപ്പൊ പറഞ്ഞത്. അതങ്ങനെ വിളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് ഉമ്മയും നിൽക്കുന്നു, അതുപോലെ വാപ്പയും എഴുന്നേൽക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, സുബഹി നിസ്കരിക്കുന്നു. പക്ഷേ പ്രായപൂർത്തിയെത്തിയ 17ഉം 18ഉം വയസ്സുള്ള കുട്ടികള് അവിടെ കിടന്നുറങ്ങുകയാണ്. വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ, കുറച്ച് നേരം വൈകിട്ട് പഠിച്ചിട്ട് ഉറങ്ങിയത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉത്തരവാദി ആരാണ്? വാപ്പയല്ലേ? ഉത്തരവാദി ആരാണ്? ഉമ്മയല്ലേ? എന്റെ കൂട്ടുകാരെ അവരെ സുബഹിക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നില്ല? പള്ളിയിലേക്ക് പോടാ, ജമാഅത്തിന് നിസ്കരിക്കാൻ വേണ്ടി സുബഹിക്ക് നീ പള്ളിയിലേക്ക് പോകണം, അല്ല എങ്കിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം നിനക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. കാരണം അവൻ പഠിച്ച് വലിയ ഒരു വൈറ്റ് കോളറിന്റെ ഉടമസ്ഥനായിട്ട് എനിക്കെന്റെ നാട്ടിലെ അഹങ്കാരത്തോടുകൂടെ നടക്കണം. അപ്പൊ അവന് ചില വിശ്രമങ്ങൾ ഞാൻ അനുവദിക്കണം. ഒരു കാലത്ത് മാതാപിതാക്കളുടെ കീഴിലാണ് മക്കള്, ഇന്ന് മാതാപിതാക്കളുടെ കീഴിലാണ് രക്ഷിതാക്കള്. ഒരു 5ഓ 6ഓ വയസ്സായ കുട്ടിക്ക് മാതാപിതാക്കൾ വഴങ്ങിക്കൊടുക്കൽ സാധാരണയാണ്. എന്നാ അതുണ്ടാവില്ല. ആ 5ഉം 6ഉം വയസ്സുള്ള കുട്ടികൾ എന്തെങ്കിലും ചെയ്താൽ, നമ്മുടെ വിലപിടിപ്പുള്ള വസ്തു എന്തെങ്കിലും പൊട്ടിച്ചു കഴിഞ്ഞാൽ പട്ടേ അടിച്ചിട്ട് ആ കുട്ടിയെ ആക്രമിക്കും. പ്രായപൂർത്തി എത്തിയ ഒരു കുട്ടി, അതേ ജോലിക്ക് ഏകദേശം ജോലിയോട് അടുത്തു വരുന്ന ഒരു കുട്ടി തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. വിരോധാഭാസമേ, നിന്റെ പേരോ മുസ്ലിം, നിന്റെ പേരോ മുഅ്മിന്, നീയാണോ സത്യവിശ്വാസി? ചെറുപ്പകാലത്തില് അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ചെറുപ്പകാലത്തിൽ എന്നെ എന്റെ ഉമ്മയും ഉപ്പയും സംരക്ഷിച്ചത് പ്രകാരമാണോ അതുപോലെ എന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കണേ, റഹ്മത്ത് ചെയ്യണേ എന്ന് അല്ലാഹു തആല പറഞ്ഞതിൽ എന്തൊക്കെയോ അർത്ഥമില്ലേ?
എന്തൊക്കെ അർത്ഥമില്ലേ? ചെറുപ്പത്തിൽ മക്കളെ വളർത്തിയ പോലെ തന്നെ അള്ള നിങ്ങളെയും കാക്കട്ടെ എന്നാണ് മക്കൾ ദ്വാരക്കാൻ അള്ള പറഞ്ഞത്. ആ ചെറു കുഞ്ഞുങ്ങൾക്ക് നാം ഈ സഹിക്കാത്ത അവരെ കൊണ്ട് സാധിക്കാത്ത ഭാണ്ഡങ്ങൾ കൊടുക്കുന്നു, വെയിറ്റ് കനങ്ങൾ കൂടുതൽ കൊടുക്കുകയാണ്. പക്ഷേ പ്രായപൂർത്തിയെത്തിയ നിൽക്കുന്ന മകനോട് ഒരു മാതാപിതാവിനൊരു ഉത്തരവാദിത്തമുണ്ട്. പ്രായപൂർത്തിയെത്തിയ ഒരു മകൻ അല്ലെങ്കിൽ മകൾ അവളോട് വിളിച്ചുകൊണ്ട് പറയണം, ഇത്രയും കാലം നിന്നെ ഞാൻ വളർത്തി, നിനക്ക് വേണ്ട ഇൽമ് നൽകിയിട്ട് ശേഷമായിരിക്കണം. നിനക്ക് വേണ്ട ഇൽമ് ഞാൻ പറഞ്ഞു തന്നു, നിനക്ക് വേണ്ട വിദ്യാഭ്യാസം പഠിപ്പിച്ചു തന്നു, നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് അറിയിച്ചു തന്നു, അതിന്റെ രൂപങ്ങൾ പഠിപ്പിച്ചു തന്നു, അതിനെ നിന്നെ ഞാൻ പരിശീലിപ്പിച്ചു, നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു തന്നു, അതനുഷ്ഠിക്കാൻ നിന്നെ ഞാൻ പരിശീലിപ്പിച്ചു, ഇസ്ലാമിന്റെ മറ്റ് നിർബന്ധപരമായ കാര്യങ്ങളെ പഠിപ്പിച്ചു തന്നു. ഇനി നിന്റെ ഉത്തരവാദിത്തം ഇതാ നിന്നിൽ നിക്ഷിപ്തമാണ് കേട്ടോ, ഞാനിതാ നിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി കേട്ടോ എന്ന് പറഞ്ഞിട്ടാ മക്കളെ സ്വയം പര്യാപ്തനാക്കല് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്. പക്ഷേ എത്ര മാതാപിതാക്കളുണ്ട് ഇങ്ങനെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നവർ? എത്ര ആൾക്കാരുണ്ട്? ചെറുപ്രായത്തിൽ തന്നെ ബോർഡിങ്ങിൽ കൊണ്ടുവിടും. പൈസ ഉള്ള ആൾക്കാർ ബോർഡിങ്ങില്, പൈസ ഇല്ലാത്ത ആൾക്കാർ യത്തീംഖാനയില്. അത് യത്തീമായിക്കൊള്ളണമെന്നില്ല, എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ ശ്രദ്ധിച്ചോ. നിങ്ങളുടെ മക്കളെ യഹൂദിയാക്കുന്നത്, നിങ്ങളുടെ മക്കളെ നസ്രാനിയാക്കുന്നത്, നിങ്ങളുടെ മക്കളെ യുക്തിവാദിയാക്കുന്നത്, നിങ്ങളുടെ മക്കളെ മതമില്ലാത്തവനാക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ്, നിങ്ങളുടെ പ്രചോദനങ്ങളാണ്, നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോ, അവനാവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകിക്കോ, ആവശ്യമായ കൽപ്പനകൾ നൽകിക്കോ, ആവശ്യമായ കാര്യങ്ങളിൽ നിന്നവനെ പിടിച്ചുവെച്ചോ. ഇല്ലാത്ത പക്ഷം ഖേദിക്കേണ്ടി വരും. അവസാനം വിരല് കളിച്ചുകൊണ്ട് കാര്യമില്ല. 3 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ പിന്തുവാരം പുറം തള്ളിയിട്ട് വളരെ കഠോരമായ അവസ്ഥയിൽ കിടക്കുമ്പോ ആ പിശാചിന്റെ മാതാപിതാക്കൾ ദുഃഖിക്കുന്നുണ്ടാകും ഇല്ലേ? അതെപ്പോഴാ ദുഃഖിക്കുക? 4 ആൾക്കാരുടെ മുന്നിൽ ഇതൊക്കെ അറിയുമ്പോഴാ. എല്ലാ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും വിശ്വാസം എന്താ അറിയോ? എന്റെ മോനെ അതൊന്നും ചെയ്യൂല, അയ്യോ എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യൂല. ആര് പറഞ്ഞു? ഒരാൾക്കും പറയാൻ സാധിക്കില്ല, ഒരാൾക്കും തീരുമാനിക്കാൻ സാധിക്കില്ല. എന്നാൽ എന്റെ മക്കള്, എന്റെ യുവാക്കളായ എന്റെ ആണുങ്ങളും പെണ്ണുങ്ങളുമായ കുട്ടികളും യുവാക്കളുമായ സഹോദരീ സഹോദരന്മാരെ, മാതാപിതാക്കളോട് തിരിച്ചു നമുക്ക് ചില ബാധ്യതകളുണ്ട്. എന്താണ് ആ ബാധ്യത? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ആ മാതാപിതാക്കളോട് നല്ല കാരുണ്യം കാണിക്കുന്ന മക്കളെക്കുറിച്ച്, സൽസ്വഭാവിയായ മക്കളെക്കുറിച്ച്, ശുദ്ധനായ മക്കളെക്കുറിച്ച്, വിജയികളായ മക്കളെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമുണ്ട്. ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഹസ്രത്ത് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, അവർ രണ്ടാളും എങ്ങനെയുള്ളവരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വബർറൻ ബിവാലിദയ്യ വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ, എന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ഒരു നല്ല സന്താനമാക്കി അല്ലാഹു തആല അയച്ചു. എന്നാലോ വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ, പരാജിതനായ അഹങ്കാരിയാക്കിയില്ല എന്നെ. മക്കളെ മാതാപിതാക്കളോട് അഹങ്കാരത്തോടുകൂടെ സംസാരിക്കുന്ന, വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന ഒരു വാക്ക് പോലും അവരോട് പറയാൻ പാടില്ലെന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള മക്കളാകണം. ആ മക്കൾ ആദ്യം മാതാപിതാക്കൾ ആ മക്കളെ ആ കോലത്തെ ആക്കണം. പക്ഷേ പഠിച്ചു വലുതാകുന്ന ബുദ്ധി വെച്ച പ്രായപൂർത്തിയെത്തിയ മക്കള് അവര് മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാചകത്തിലേക്ക്, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാചകത്തിലേക്ക്, വബർറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യാ, സക്കരിയ നബി അലൈഹിസ്സലാമിനെ
ഇല്ലേ? യഹ്യാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല വിളിച്ചു പറയുകയാണ്, നിനക്ക് ഞാനൊരു ഒരു സന്താനത്തെ തരുന്നുണ്ട്. ആ സന്താനത്തിന്റെ പ്രത്യേകത എന്താണ്? ആരാരും കാണാത്ത, ആരാരും അറിയാത്ത ഒരു പേരാണ് ആ കുട്ടിക്കുള്ളത്. ആ കുട്ടി എന്തായിട്ടില്ല, അല്ലാഹു ആ മാതാപിതാക്കൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നവരാണ്. വലം യകുൻ ജബ്ബാറൻ അസിയാ, മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കുന്ന, മാതാപിതാക്കളുടെ കൽപ്പനകളെ തിരസ്കരിക്കുന്ന, മാതാപിതാക്കളോട് മാറി കാണിക്കുന്ന, മാതാപിതാക്കളോട് എതിര് പ്രവർത്തിക്കുന്ന, മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ ദുഷ്പേരുണ്ടാക്കുന്ന മകനായിട്ട് ആ കുട്ടി വളരില്ല. മറിച്ച് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന, മാതാപിതാക്കൾക്ക് ജനാഹദ്ദുല്ല, നിസ്സാരതയുടെ ചിറക് വിരിച്ചു കൊടുക്കുന്ന, ആ വിനയത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കുന്ന, മാതാപിതാക്കൾക്ക് വേണ്ടി സർവവും സമർപ്പിക്കുന്ന മക്കളായിട്ട് നിങ്ങൾക്ക് ഞാനിതാ ഒരു മകനെ തരുന്നുവെന്ന സന്തോഷ വാർത്ത അല്ലാഹു തആല അറിയിച്ചിരിക്കുന്നു. എന്നാലോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു തആല പറയുന്ന മറ്റൊരായത്തുണ്ട്, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അല്ലാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ശിർക്ക് ചെയ്യരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. നമ്മിൽ പലരും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറയുന്നവരാ, ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിൽ മാതാപിതാക്കൾക്ക് നന്മ വരാറുണ്ടോ? ഒരു പ്രാവശ്യമെന്ന് വിളിച്ചിട്ട്, ഉമ്മാനെ വിളിച്ച് ഉപ്പാനെ വിളിച്ചിട്ട് സുഖമാണോ എന്ന് അന്വേഷിക്കാൻ സാധിക്കാത്ത വ്യക്തിയാണ് എന്നെപ്പോലുള്ളവർ. മാതാപിതാക്കൾക്ക് സന്തോഷം പകരണം. നിനക്കൊരുപാട് കാശ് കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല, നിനക്കൊരുപാട് സ്നേഹം ഒരുപക്ഷേ നിന്റെ മാതാവിന്റെ സ്വഭാവം മഹാവൃത്തികെട്ട സ്വഭാവമായിരിക്കും. പക്ഷേ ആ മാതാവിനോട് പോലും നീ ദുഷാഢ്യം കാണിക്കാൻ പാടില്ല. ആ മാതാവിനോട് ക്രൂരമായി പെരുമാറാൻ പാടില്ല. ആ എന്നെ ചെറുപ്പത്തിൽ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചതല്ലേ, എന്റെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങ് തടിയായതല്ലേ, എന്റെ ഭാര്യയോട് ക്രൂരമായി പെരുമാറിയതല്ലേ, തള്ളയെ കുറച്ച് അനുഭവിച്ചോളൂ, തന്തയെ കുറച്ച് അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൽ ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല. എന്തേ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കോടതി വരാന്തയിൽ വെച്ചൊരു പെണ്ണിന്റെ പ്രഖ്യാപനം നമുക്കൊക്കെ അറിയാവുന്ന പ്രഖ്യാപനമുണ്ട്. താൻ ഇഷ്ടപ്പെട്ട ഒരു യുവാവിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി, അവസാനം തിരിച്ചു വന്ന് പോലീസില് സറണ്ടറായി, അതല്ലെങ്കിൽ പോലീസിന്റെ മുന്നിൽ ഹാജരായി, അവസാനം കോടതിയിലേക്ക് എത്തി കേസ് വിധി വരികയാണ്. കേസ് വിധി വന്നപ്പോ രണ്ട് കൂടുകളിലായി നിൽക്കുന്നു മാതാവും പിതാവും, അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും. അങ്ങനെ ജഡ്ജ് ചോദിക്കുകയാണ്, എന്റെ ഈ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ കാമുകനോടൊപ്പം ഒളിച്ചോടിയിട്ടുണ്ടത് ശരി തന്നെയാണ്. ആ പെൺകുട്ടിക്ക് സ്വന്തമായി ഒരു പുരുഷനെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തീരുമാനിക്കാം, നിനക്ക് നിന്റെ മാതാപിതാക്കളുടെ കൂടെ പോകണോ, അതല്ല നിന്റെ കാമുകന്റെ കൂടെ പോകണോ? ആ പെൺകുട്ടി പറയുകയാണ്, എനിക്കെന്റെ ചേട്ടന്റെ കൂടെ പോയാൽ മതി. ഇത് കേൾക്കുന്ന താമസമ്മ ഉമ്മ ഹൃദയം നൊന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പറയുകയാണ്, മകളെ 10 മാസം നിന്നെ എന്റെ വയറ്റിൽ ഞാൻ ചുമന്നു നടന്നില്ലേ, മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ചുകൊണ്ട് നിന്നെ ഞാൻ പ്രസവിച്ചില്ലേ, നിന്റെ കാഷ്ടവും മൂത്രവും ചുമന്നുകൊണ്ട് നിന്റെ ബാല്യകാലം വരെ നിന്നെ ഞാൻ പരിപാലിച്ചില്ലേ, നിനക്കാവശ്യമായ വസ്ത്രങ്ങൾ വാങ്ങിത്തന്നില്ലേ, നിനക്കാവശ്യമായ ശുശ്രൂഷകൾ ചെയ്തില്ലേ, എത്രയോ രാത്രികൾ ഞാൻ ഉറക്കമൊഴിച്ചിട്ട് നിന്റെ മുഖത്തെങ്ങാനും പുതപ്പ് വന്ന് വീണുപോയാൽ, തലയണ വന്ന് വീണുപോയാൽ, ശ്വാസം മുട്ടി മരിച്ചു പോകുന്ന നിന്റെ അവസ്ഥയിൽ നിന്ന് നിന്റെ ജീവന് സംരക്ഷണം നൽകിയ മാതാവല്ലേ ഞാൻ. എന്റെ കൂടെ പോന്നിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, തള്ളേ 10 മാസം നിങ്ങൾ എന്നെ പോറ്റിയത് സത്യമാണ്, നിങ്ങളുടെ വയറ്റിൽ എന്നെ പേര് നടന്നതൊരു സത്യവും വാസ്തവവുമാണ്. പക്ഷേ ആ കിടന്ന കിടപ്പില് എന്റെ കൈയും കാലും ചുരുട്ടിയിട്ടാണ് ഞാൻ കിടന്നത്. എങ്ങാനും എന്റെ കാലിനെ ഞാനൊന്ന് നിവർത്തി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവന് തന്നെ അപായം സംഭവിക്കില്ല പെണ്ണുങ്ങളെ. അതുകൊണ്ട് ആ വീരവാദവുമായി
ഇപ്പൊ എന്റെ അടുത്തേക്ക് വരണമെന്നില്ല, എനിക്കിഷ്ടപ്പെട്ട വ്യക്തിയുടെ കൂടെ പോകാൻ കോടതി അനുവാദം തന്നിരിക്കുന്നു, എന്റെ മനസ്സാകുന്ന കോടതി അത് മുന്നേ വിധിച്ചിരിക്കുന്നു പെണ്ണ് എന്ന് പറഞ്ഞപ്പോ മോഹാലസ്യപ്പെട്ട് കോടതി മുറിയിൽ വീണുപോയ ഉമ്മയുടെ ശരീരത്തെ കടന്നു വെച്ചുകൊണ്ട് തന്റെ കാമുകന്റെ കൈപിടിച്ച് നടന്നുപോയ പെൺകുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തില്. അബൂബക്കറിന്റെയും അഹമ്മദിന്റെയും അബ്ദുൽ ഗഫൂറിന്റെയും മക്കള് ഈ രൂപത്തിൽ അന്യമതത്തിൽപ്പെട്ട യുവാക്കളുടെ കൈപിടിച്ചുകൊണ്ട് പോകുന്നു, സ്വന്തം മതത്തിൽപ്പെട്ട യുവാക്കളുടെ കൈപിടിച്ചുകൊണ്ട് പോകുന്നു. 4ഉം 5ഉം മക്കളുള്ള ആൾക്കാരുടെ കൂടെ യുവതിയായ 16-17 വയസ്സുള്ള പെൺകുട്ടികൾ ഒളിച്ചു പോകുന്നു. കാരണമെന്തേ? നീ നിന്റെ മകൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസം നീ നൽകിയില്ല. നീ 6ലും 7ലും സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി നിന്റെ മകളെ മദ്രസയിലേക്ക് അയച്ചു. നിന്റെ മകളെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. പക്ഷേ നീ നൽകേണ്ട ചെറിയ വിദ്യാഭ്യാസമുണ്ട്. ഒരു പെണ്ണിന്റെ ഒരു ആണിന്റെ ഏറ്റവും പ്രാഥമികമായ സർവകലാശാല ഏതാണെന്നറിയുമോ? അവരുടെ മാതാവാണ്. ആ മാതാവ് നൽകേണ്ട ചില ഉപദേശങ്ങൾ സുബഹി നിസ്കാരത്തിന് ആ മകളെ നീ എഴുന്നേൽപ്പിച്ചില്ല, സുബഹി നിസ്കാരത്തിന് ആ മകനെ നീ എഴുന്നേൽപ്പിച്ചില്ല. നോമ്പ് വരുമ്പോ ആ മകന് നിന്റെ ഭർത്താവിനെ കാണാതെ നീ ഭക്ഷണം നൽകി, ആ മകൾക്ക് ആരും കാണാതെ നീ ഭക്ഷണം നൽകി. ആ മകൾക്ക് ആത്മീയമായ ചിന്ത വരുന്ന ഗൗസുൽ ആലമിന്റെ മാല നീ പഠിപ്പിച്ചില്ല. നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം നീ പഠിപ്പിച്ചില്ല. റാബിയത്തുൽ അദബിയയുടെ ചരിത്രം നീ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ പെണ്ണിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മനോരമ എന്ന പൈങ്കിളിക്ക് മാസികയിലെ വാരികയിലെ, അതുപോലെ തന്നെ മംഗളം എന്ന പൈങ്കിളി വാരികയിലെ ഇന്റർനെറ്റിന്റെ മേഖലയിൽ കടന്നു ചെന്നിട്ട് അശ്ലീല സൈറ്റുകളിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ നൈമിഷികമായ സുഖങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, സംതൃപ്തി അടയുന്നതിന് വേണ്ടി അവൾ സന്ദർശിക്കുന്ന സൈറ്റുകളെ നിനക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. അവൾ ആ ചാറ്റിംഗ് വഴി ചീറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് നീ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. നിന്റെ മകളുടെ അപഥസഞ്ചാരത്തെക്കുറിച്ച് നീ ബോധവാന്മാരായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് കാമുകന്റെ ആവശ്യപൂർത്തീകരണങ്ങൾ നടത്തി അവന്റെ കൂട്ടുകാർക്കും കാഴ്ചവെക്കപ്പെട്ടു. അവസാനം അവളുടെ ഗുഹ്യഭാഗത്ത് വേദന തുടങ്ങി, അവളുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വേദന തുടങ്ങി. അവസാനം ഇനിയൊന്നും നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഇനി എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോ കോടതി വരാന്ത കയറി ഇറങ്ങിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മൊഴിമാറ്റി പറഞ്ഞിട്ട് പുരുഷവർഗ നാശത്തിന്റെ വക്കിലേക്ക് എത്തിക്കുന്ന ഒരുപാട് യുവതികളുണ്ട്. ഇവർക്കൊക്കെയും കാരണക്കാരാരാ? അവരുടെ മാതാപിതാക്കൾ മാത്രമാണ്. അവരെ അത്തരത്തിലാക്കിയത് അവരുടെ സിറ്റുവേഷനാണ്, അവരെ അത്തരത്തിലാക്കിയത് അവരുടെ ചുറ്റുപാടുകളാണ്. മഹല്ല് കമ്മിറ്റിയെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, മഹല്ല് ഖത്തീബിനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല, മുസ്ലിം സമൂഹത്തെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ബോധവാന്മാരായിരിക്കേണ്ടത് മാതാപിതാക്കളാണ് കേട്ടോ. ആ മാതാപിതാക്കളെ മക്കൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസം നൽകിയിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് അവര് എന്താകേണ്ടി വരും? വില കൊടുക്കേണ്ടി വരും. അല്ലേ സംഭവിക്കുന്നത്? അതല്ലേ? അതുപോലെ വലിയ പൈസക്കാര്, എനിക്കറിയാം, എനിക്ക് എന്റെ നാട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു നാട്, ആ നാട്ടിൽ ഒരു വലിയ പൈസക്കാരനുണ്ട്. ആ പൈസക്കാരന്റെ മകൻ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. പെൺകുട്ടിയുമായി പ്രണയത്തിലായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. റിസൾട്ടും പെട്ടെന്ന് വന്നു. റിസൾട്ട് വന്നപ്പോ ആ പെണ്ണിന്റെ കാര്യം അവതാളത്തിലായി. ആ പെണ്ണിനെ കൊണ്ട്, ഈ ചെറുക്കനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ ആൾക്കാർ തീരുമാനിച്ചു. പക്ഷേ മുതലാളി അതിന് അംഗീകരിച്ചില്ല. ലക്ഷങ്ങൾ എത്ര വേണം എണ്ണിത്തരാം, എന്റെ മകന് യോജിച്ച വൈവാഹിക ബന്ധമല്ല ഇതെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ തിരസ്കരിച്ച മുതലാളിമാർ ജീവിക്കുന്ന ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്തേ കൂട്ടുകാരെ, എന്തേ സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്കാത്തത്? പ്രായപൂർത്തിയെത്തിയ നിങ്ങളുടെ മക്കൾക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, ചൂരിദാറുകൾ വാങ്ങിക്കൊടുക്കണം, ലാച്ചകൾ വാങ്ങിക്കൊടുക്കണം, നെറ്റ് പോലുള്ള ഡ്രസ്സുകൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. പക്ഷേ നിങ്ങളത് കണ്ടിട്ട് നല്ല രീതിയിൽ അതിനെ നോക്കിക്കാണുന്നു. പക്ഷേ ആ പെൺകുട്ടി നിന്റെ വീട്ടിന്റെ മുറ്റം വിട്ടിറങ്ങുമ്പോ കഴുകക്കണ്ണുകളുമായിട്ട് ഒരുപാട് പുരുഷവർഗം അവൾക്ക് പിന്നാലെയുണ്ട്. അവസരം കിട്ടിയാൽ അവൾ അവരുടെ
റാഞ്ചിക്കൊണ്ടുപോകുന്നു. പ്രേമം നടിച്ചു കൊണ്ടുപോയിട്ട് നശിപ്പിക്കുന്ന വർഗങ്ങളുണ്ട്. മതപരമായിട്ടുള്ള ചിന്തകളല്ല, പക്ഷേ അവിടെ ഫാസിസ്റ്റ് ചിന്താഗതികളെ കൊണ്ട് നടക്കുന്ന കുറച്ച് സംഘടനക്കാരുണ്ട്. അവരുടെ ഹിഡൻ അജണ്ട എന്താണെന്നറിയുമോ? ഇന്ത്യൻ മുസൽമാന്റെ ഓരോ പെണ്ണിന്റെയും ഗർഭപാത്രത്തില് ഇവിടെയുള്ള ഹിന്ദുവിന്റെ ബീജം പിറക്കണം, അതിലൂടെ ഒരു ഹിന്ദുവിന്റെ പുത്രനും പുത്രിയും പിറന്നു വരണമെന്ന ഹിഡൻ അജണ്ടയുമായി നടക്കുന്ന ഫാസിസ്റ്റ് ശക്തികളുണ്ട്, ഭീകര ശക്തികളുണ്ട്. ഇസ്ലാമിന്റെ പേരിൽ ഭീകരവാദം ഉന്നയിക്കുന്ന, ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം ആരോപിക്കുന്ന യഥാർത്ഥ തീവ്രവാദികളുണ്ട്, യഥാർത്ഥ ഭീകരവാദികളുണ്ട്. അവരുടെ ശർറിനെ തൊട്ട് റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷേ അതിൽ ആരാണ് ഇരകളാകുന്നതെന്നറിയുമോ? നിഷ്കളങ്കരായ ഒരു പറ്റം ആൾക്കാരാണെന്ന് നമുക്ക് പുറംവായ കൊണ്ട് പറയാൻ പറ്റും. പക്ഷേ ആത്മീയതയിലൂന്നിയ ജീവിതത്തിന് താല്പര്യമില്ലാത്ത, ഭൗതിക ലക്ഷ്യം കലാക്കാക്കിക്കൊണ്ട് ജീവിക്കുന്ന മക്കളെ ആ രീതിയിൽ വളർത്തുന്ന മാതാപിതാക്കളുണ്ടല്ലോ, അവരാണ് ഇതിരിരകളാകുന്നത്. മഅദനല്ലാഹ്. അതല്ലേ സംഭവിക്കുന്നത്? സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് നൽകിയിട്ട് പെൺകുട്ടികളെ അയക്കും. പക്ഷേ ആ കുട്ടിയോട്, അന്യ പുരുഷനോട് സംസാരിക്കുന്ന രീതിയെക്കുറിച്ച് പെണ്ണിന് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമില്ല. കാരണം എന്താ? തന്റെ വീട്ടിലേക്ക് അതിഥികളായി വരുന്ന അന്യ പുരുഷന്മാരോട് കൊഞ്ചിയും കുഴഞ്ഞും വർത്താനം പറയുന്നവരാണ് ഈ ഉമ്മ. ഭർത്താവിന്റെ കൂട്ടുകാർ വരുമ്പോ തീന്മേശയിൽ ഭർത്താവിന്റെ കൂടെ ഇരിക്കുന്ന അന്യപുരുഷന്മാരായ ആൾക്കാരുടെ മുന്നിൽ ഭക്ഷണം വിളമ്പുകയാണ് ഈ പെണ്ണ്. നാണമില്ലാത്തവൾ, ലജ്ജയില്ലാത്തവൾ, ദീനുൽ ഇസ്ലാമിന്റെ സ്വഭാവമില്ലാത്തവൾ, അള്ളാന്റെ ഹബീബിന്റെ സംസ്കാരം ഇഷ്ടമല്ലാത്തവൾ, ഏതോ സാമ്രാജ്യത്വ ശക്തിയുടെ സംസ്കാരത്തെ വളരെയധികം ഇഷ്ടത്തോടെ പുണർന്നവൾ. എന്താ? ചായ കൊണ്ടു കൊടുക്കുന്നു, ജ്യൂസ് കൊണ്ടു കൊടുക്കുന്നു, ടേബിളിൽ ഭക്ഷണം വിളമ്പുന്നു. തന്റെ ഭർത്താവിനെ വെച്ചിട്ട് അന്യപുരുഷന്റെ ശരീരത്തിലേക്ക് തന്റെ മാറിടത്തെ ചേർത്ത് പിടിച്ചിട്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഉമ്മമാരില്ലേ? എന്നാലോ ഭർത്താവില്ലാത്ത സമയത്ത് കൂട്ടുകാരൻ തിരിച്ചു വീണ്ടും കടന്നു വരുന്നു, വീണ്ടും ആ പെണ്ണവനെ സ്വീകരിക്കുന്നു, ഭക്ഷണം നൽകുന്നു, സംസാരങ്ങൾ നടത്തുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു നിശ്ചിത പ്രത്യേകമായ സമയത്തിൽ ആ കൂട്ടുകാരനുമായി ഒളിച്ചോടുന്ന ഭാര്യയെ ഓർത്തിട്ട് ദുഃഖിക്കുന്ന ഭർത്താവുണ്ടല്ലോ, ഷണ്ഠന്മാരായ യുവാക്കളുണ്ടല്ലോ, ഷണ്ഠന്മാരായ ഭർത്താക്കന്മാരുണ്ടല്ലോ. നിന്റെ ഭാര്യ നിനക്ക് മാത്രം ആസ്വദിക്കാനുള്ളവളാണ്. അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യം നിനക്ക് മാത്രമുള്ളതാണ്. അവളുടെ ശരീരത്തിന്റെ ലാവണ്യം നിനക്ക് മാത്രമുള്ളതാണ്. അവളുടെ ശബ്ദത്തിന്റെ മാധുര്യം നിനക്ക് മാത്രം ആസ്വദിക്കാനുള്ളതാണ്. അവളുടെ ലൈംഗികമായിട്ടുള്ള മുഴുവൻ ചുവകളും നിനക്ക് മാത്രമുള്ളതാണ്. പക്ഷേ അതും നീ നിന്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുമ്പോ നീ ഓർക്കണമായിരുന്നു, അതിൽ ആകൃഷ്ടനായ നിന്റെ കൂട്ടുകാരന് അവളെ ഒന്ന് പ്രാപിക്കാൻ ആഗ്രഹം വന്നുപോയാൽ, അവന്റെ ശാരീരികമായ വടിവിൽ നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടം തോന്നിപ്പോയാൽ അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലടോ. അങ്ങനെയുള്ള ഉമ്മാന്റെ മകള് അതേ രൂപത്തിൽ തന്നെ വരുള്ളൂ. അങ്ങനെയുള്ള പിതാവിന്റെ മകൻ അതേപോലെ തന്നെ വരുള്ളൂ. എന്റെ കൂട്ടുകാരെ, ആദ്യം നമ്മുടെ കുടുംബം നന്നാകണം, അതിന് നമ്മുടെ വ്യക്തിത്വം നന്നാകണം. അതിനാണ് അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്താ? മാതാപിതാക്കൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മക്കളുണ്ടാവുക. അതുകൊണ്ട് ആദ്യം സ്വന്തം നന്നാവുക, മക്കൾക്ക് ആത്മീയതയിൽ ഊന്നിയ വിദ്യാഭ്യാസം നൽകാൻ നാം തയ്യാറാവുക. മദ്രസയിലേക്കും സ്കൂളിലേക്കും അയക്കുന്നതോടൊപ്പം ഭർത്താവ് അത്യാവശ്യം വയലിന്റെ സദസ്സിലും അതുപോലെ ദർസുണ്ടെങ്കിൽ ദർസിലുള്ള ക്ലാസുകളിലും പോയിരുന്ന് അള്ളാന്റെ ഹബീബിന്റെ ചരിത്രങ്ങള്, വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പഠിക്കുക, മസ്അലകൾ മനസ്സിലാക്കുക. അത് നിന്റെ ഭാര്യയിലേക്ക് നീ കൊടുക്കുക, ഭാര്യ മക്കളിലേക്ക് കൊടുക്കട്ടെ. പെൺകുട്ടികൾക്ക് മാതാവ് പറഞ്ഞു കൊടുക്കട്ടെ, മാതാപിതാവ് അതുപോലെ തന്നെ വാപ്പയും പറഞ്ഞു കൊടുക്കട്ടെ. ആൺകുട്ടികൾക്ക് മാതാപിതാക്കൾ വയല് പറഞ്ഞു കൊടുക്കട്ടെ. എന്റെ കൂട്ടുകാരെ, നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്കൂളിൽ സാധാരണയാണ് ചില്ലറ അല്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകും, അടിയും പിടിയും നടക്കും. അങ്ങനെ കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരും.
വരും. അങ്ങനെ വന്നാൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആരാ നിന്നെ ആക്രമിച്ചത്? ഇന്നാലിന്ന കുട്ടിയാണ് അടിച്ചത്, വേദന കൊണ്ട് പുളയുകയാണ് മകൻ അല്ലെങ്കിൽ മകൾ. ക്രൂരനായ ക്രുദ്ധനായ മാതാപിതാക്കൾ ഇറങ്ങിപ്പുറപ്പെടുകയാ. ആ കുട്ടിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കളെ അസഭ്യം പറഞ്ഞ് ആ കുട്ടിയെയും കുറെ അസഭ്യം പറഞ്ഞ് പറ്റുമെങ്കിൽ 4 കൈപ്രയോഗങ്ങളും നടത്തി തിരിച്ചു വന്നു. യാഥാർത്ഥ്യം എന്തായിരിക്കും? നിന്റെ കുട്ടി ആ കുട്ടിയെ അങ്ങോട്ട് ആക്രമിച്ചു, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു, അതിന്റെ പേരിലാണ് കുറ്റം തുടങ്ങിയത്. പക്ഷെ അത് ചിന്തിക്കാനോ തന്റെ കുട്ടിയെ ഒന്ന് ചോദ്യം ചെയ്യാനോ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാനോ നമുക്ക് താല്പര്യമില്ല, സമയമില്ല. അങ്ങനെ മറ്റുള്ള കുട്ടിയുടെ മേൽ നാം മുഴുവൻ കുറ്റവും ആരോപിക്കുന്നു. അപ്പൊ നിന്റെ കുട്ടിയുടെ മനസ്സിലൊരു ചിന്ത വിളയുന്നു. എന്താ ചിന്തനം നൽകും, എനിക്ക് പിന്തുണ നൽകും, എനിക്ക് സപ്പോർട്ട് നൽകും, അതുകൊണ്ട് എനിക്കെന്തുമാകാം. അങ്ങനെ ഒരു നേരം അവൻ ഒരുത്തന്റെ ബാഗ് മോഷ്ടിക്കുന്നു, മറ്റൊരുത്തന്റെ ക്യാഷ് മോഷ്ടിക്കുന്നു, മറ്റൊരുത്തന്റെ പേന മോഷ്ടിക്കുന്നു, ഏതെങ്കിലും പെൺകുട്ടികളെ അസഭ്യം പറയുന്നു, ഏതെങ്കിലും പെൺകുട്ടികളെ ശാരീരികമായി ആക്രമിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് നിന്റെ കുട്ടിയെ വഴിവിഴപ്പിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദി നീയാണ് കേട്ടോ. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മഹ്ശറയിൽ വെച്ചിട്ട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, നരകത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗമുണ്ട്, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെ തീരുമാനിക്കപ്പെടുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു മാതാവും പിതാവും ഒരുങ്ങി നിൽക്കുമ്പോ അതാ കടന്നു വരുന്നു നിന്റെ മക്കളിൽപ്പെട്ട ഒരുത്തൻ കടന്നു വന്നുകൊണ്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് പറയുന്നു, റബ്ബേ എനിക്ക് ആത്മീയമായ വിദ്യാഭ്യാസം നൽകാതെ, ഹറാം എന്താണെന്ന് പറഞ്ഞു തരാതെ, ഹറാമിലേക്ക് ഞാൻ പോകുമ്പോ എന്നെ തടയാതെ, അതിനുവേണ്ടിയുള്ള ഒരു കാര്യവും മനസ്സിലാക്കി തരാതെ എന്നെ വഴിവിഴപ്പിച്ച് ഇവരെ നീ സ്വർഗത്തിലേക്ക് കടത്താനോ പറ്റൂല റബ്ബേ. എന്നെ നരകത്തിലാക്കിയതിന്റെ കാരണക്കായവരാണ്, അതുകൊണ്ട് ഇവരെ നീ ശിക്ഷിക്കണം റബ്ബേ എന്ന് എതിരായി സാക്ഷി നിൽക്കുന്ന ഒരു അവസ്ഥ വരും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. സന്താന പരിപാലനം ചില്ലറ വിഷയമൊന്നുമല്ല. മക്കളില്ലാത്തതിന്റെ പേരിൽ വല്ലാതെ ദുഃഖിച്ചിട്ട് ദ്വാരക്കാൻ വേണ്ടി പറയുമ്പോൾ ചിന്തിക്കുക, അള്ളാഹു കനിഞ്ഞരുളിയത് നാം സ്വീകരിക്കുക. അള്ളാഹു സന്താനമില്ലാത്ത ആൾക്കാർക്ക് സാലിഹായ സന്താനങ്ങൾ നൽകുമാറാവട്ടെ. ഉള്ള സന്താനങ്ങളെയൊക്കെ അള്ളാഹു താല സാലിഹ്യങ്ങളാക്കി പെരുമാറാവട്ടെ. പേര് നമുക്ക് വലിയ പേരൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലെങ്കിലും ദുഷ്പേരുണ്ടാക്കാൻ പാടില്ല. ആ കോലത്തിലാ ഇന്നത്തെ സമൂഹം ദുഷിച്ചതിന്റെ കാരണം തന്നെ പഴയ കാലത്തിലുള്ള വീട്ടിന്റെ അറ്റ്മോസ്ഫിയറും ഇന്നത്തെ അറ്റ്മോസ്ഫിയറും താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ കാലത്തെ മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ സബുൽ മുൻജിയാത്തിൽപ്പെട്ട 7 സൂറത്തുകൾ പാരായണം ചെയ്യുന്ന വീട്ടുകാര് ഇശാഇന് ശേഷമോ ഇശാഇന് മുമ്പോ മക്കളും ചേർന്ന് ഹദ്ദാദ് ചെല്ലുന്ന മാതാപിതാക്കള് ഇന്ന് കമ്പ്യൂട്ടറിന്റെയും ടെലിവിഷന്റെയും മുന്നിലിരുന്നിട്ട് സമയം കളയുന്ന ഉമ്മമാര് ഉമ്മാമമാര് മുഹീദ്ദീൻ മാല പാടാൻ അവർക്ക് അലർജിയാണ്, അതുപോലെ നഫീസത്ത് മാല പാടാൻ അവർക്ക് അലർജിയാണ്. ഈ എത്രയോ വക ഏടുകളുണ്ട്, സ്വലാത്തിന്റെ കിതാബുകൾക്ക് അവർക്ക് പരിചയമില്ല. യാസീൻ സൂറത്ത് തെറ്റുകൂടാതെ കാണാതെ ഓടാൻ അറിയില്ല. അതുപോലെ തന്നെ തബാറക സൂറത്ത്, അതുപോലെ തന്നെ സജദ സൂറത്ത്, അതുപോലെ തന്നെയുള്ള മറ്റ് സൂറത്തുകൾ അവർക്ക് പരിചയമില്ല. ഖുർആനിൽ നിന്നവർക്ക് മനഃപ്പാടമുള്ളതൊരു ഫാത്തിഹയാണ്, ഖുൽ ഹുവല്ലാഹുവാണ്. അങ്ങനെ ഏതാനും ചില സൂറത്തുകൾ മനഃപ്പാടമുള്ളവരുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ഈ കോലത്തിലേക്ക് അധപ്പതിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമുണ്ടായിരുന്നു, പക്ഷേ ഇസ്സത്തുമുണ്ട്. ആ പഴയകാലത്ത് നമുക്ക് കഷ്ടപ്പാടുണ്ടായിരുന്നു, പക്ഷേ മനസ്സമാധാനമുണ്ട്. ഇന്ന് ദാരിദ്ര്യമില്ല, സമാധാനമില്ല. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. മുമ്പ് നമുക്കൊരു ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ ഏതെങ്കിലും ആരാന്റെ വീട്ടിൽ പോയിട്ടൊരു വാഹനത്തിൽ ചോദിച്ചു വാങ്ങണം. അങ്ങനെ അവരുടെ കാരുണ്യം കൊണ്ട് ആശുപത്രിയിലേക്ക് ചെല്ലണം. എന്നാൽ ഇന്ന് ഓരോരുത്തരുടെ വീട്ടിലും ഇരുചക്രവാഹനങ്ങള്, അതുപോലെ തന്നെ 4 ചക്രവാഹനങ്ങള് ഒന്നിലധികമായിട്ടുണ്ട്. എങ്ങനെയാ ഈ വാഹനം വാങ്ങിക്കുന്നത്? ഞാനടങ്ങുന്ന സമൂഹത്തോടാണ് എന്റെ സംസാരം. എന്റെ കൂട്ടുകാരെ, പലിശക്ക് കൊടുത്തിട്ട് പലിശ വാങ്ങിയിട്ട് പലിശ കൊടുത്തിട്ട് വാങ്ങുന്ന വാഹനങ്ങള് 1 അല്ല 2 അല്ല 3 വാഹനങ്ങള് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ വെക്കുകയാണ്. ശരി.
അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സംവിധാനങ്ങൾ മുഴുവനും നമുക്ക് റബ്ബ് തന്നു, പക്ഷേ അവിടെ നാം റബ്ബിനെ മറന്നുപോയി, റബ്ബിന് ധിക്കാരം പ്രവർത്തിക്കുന്നവരായി പോയി. അല്ലേ? പഴയ കാലത്ത് മദ്രസയിലേക്ക് കുട്ടികൾ നടന്നു പോകും, സ്കൂളിലേക്ക് നടന്നു പോകും. ഇന്ന് സ്കൂൾ വാൻ ഇല്ലെങ്കിൽ ആ സ്കൂൾ മോശമാണ്, കുട്ടികൾക്ക് നടന്നു പോയാൽ പറ്റൂല. അതുകൊണ്ടെന്താ സംഭവിച്ചത്? 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ നടന്നു ചെല്ലുന്ന വിദ്യാർത്ഥിയുടെ എല്ലിനും അതുപോലെ തന്നെ ശരീരത്തിന്റെ മസിലുകൾക്കും നല്ല ബലമുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾ വീട്ടിന്റെ തൊട്ടുമുന്നിൽ കടന്നു വരുന്ന സ്കൂൾ ബസ്സിലേക്ക് കയറിയിരിക്കുന്നു. അത് മുക്കയ്യഫുള്ളതും ഇല്ലാത്തതുമുണ്ട്. അങ്ങനെ ആ വാഹനത്തിൽ കയറിയിരുന്ന് സ്കൂളിന്റെ കമ്പൗണ്ടിലേക്ക് ചെല്ലുന്നു. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വീണ്ടും അതേപടി വാനിൽ തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരുന്നു. കുട്ടികൾക്ക് വ്യായാമമില്ല. സ്കൂളിൽ നിന്ന് വന്നാൽ കുട്ടികൾ സാധാരണ മുറ്റത്തുകൂടെ കളിച്ചു നടക്കും. നമ്മുടെ കാലത്ത്, അത് പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് ആ കളിയോട് താല്പര്യമില്ല. അവരുടെ കയ്യിൽ ഐപോഡുകളാണ്, അവരുടെ കയ്യിൽ വീഡിയോ ഗെയിമുകളാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പുകളാണ്, അതല്ലെങ്കിൽ ടാബുകളാണ്, ടാബ്ലറ്റുകളാണ്. ഇങ്ങനെ അവരുടെ മനസ്സിനെയും ശരീരത്തെയും ദ്രവിപ്പിക്കുന്ന രൂപത്തിലുള്ള ഈ പുരോഗമനങ്ങളുണ്ടല്ലോ, ഈ പുരോഗമനങ്ങൾ കാരണത്താൽ തന്നെയാണ് നമ്മുടെ മനസ്സിന് അശാന്തി രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. മഗ്‌രിബിന് ശേഷം ഒന്ന് സൂറത്ത് യാസീൻ ഓതാൻ, ഹദ്ദാദ് റാത്തീബ് ഓതാൻ മക്കളോട് ആവശ്യപ്പെടുന്ന മാതാപിതാക്കളെ, നിന്റെ മക്കൾക്ക് ഒരിക്കലും തോന്നിവാസത്തിലേക്ക് പോകാൻ സാധിക്കില്ല. എന്നാൽ ഗെയിം കളിച്ചുകൊണ്ട് ജീവിക്കുന്ന നിന്റെ മക്കളുണ്ടല്ലോ, ആ ഗെയിം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എന്താ ഗെയിമുകള്? എന്താ ഇപ്പോഴത്തെ ഗെയിം? എന്താ ഗെയിം? ഗെയിമിന്റെ ഓരോ രൂപം കണ്ടാല് വലിയ വലിയ ബിൽഡിങ്ങിന്റെ ഇടയിലൂടെ ഒരാളിങ്ങനെ ഓടിച്ചെന്നിട്ട് ശത്രുവിനെ വകവരുത്തുന്ന വെടിവെക്കുന്ന ഗെയിം, അതല്ലെങ്കിൽ ആംഗ്രി ബേർഡ്സ് കവണ വെച്ചിട്ട് അടിച്ചു പൊളിക്കുന്ന ഗെയിമുകള്. കുട്ടികളുടെ മനസ്സിനെ യുദ്ധത്തിന്റെയും അതുപോലെ തന്നെ ആക്രമണത്തിന്റെയും ത്വരയുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഗെയിമുകള് നമ്മുടെ കുട്ടികളിൽ സാർവത്രികമായി പോവുകയാണ്. ഇത് കാരണത്താൽ തന്നെ നിന്റെ കുട്ടിക്ക് അക്രമവാസനയുണ്ടാകുന്നു, അതുപോലെ തന്നെ അധികാരത്തിന്റെ ചുവയുണ്ടാകുന്നു, അധികാരത്തോടുള്ള ഭ്രമമുണ്ടാകുന്നു. പക്ഷേ ആത്മീയതയിലൂന്നിയ ചെറിയ ഉപദേശങ്ങൾ നീ നൽകിപ്പോയാൽ നിന്റെ മക്കളെ നിനക്ക് നല്ല നിലയിൽ വളർത്താം. അങ്ങനെയുള്ള മക്കൾ ഇപ്പോഴുണ്ട്. എനിക്കൊക്കെ ചെറുപ്പകാലത്തില് വലിയ നിരാശ ഉണ്ടായിരുന്നു. അല്ലാഹു തആല എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹദ്ദാദിന് ഇരിക്കാതെ ഞാൻ ഒരു പ്രാവശ്യം പള്ളിയിൽ നിന്ന് വന്നു എന്റെ വീട്ടിലേക്ക്. എന്ന് വെച്ചാൽ ഇരിക്കൂർ നിലാമുറ്റം ഒരു വലിയ പഴയകാലത്ത് സഹാബാക്കളുടെ മക്ബറയാണെന്ന് പറയപ്പെടുന്നു. ആ സ്ഥലത്തേക്ക് സിയാറത്തിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു വീട്ടിൽ. അമ്മാവന് വാഹനമുണ്ട്, ഒരു ജീപ്പ്. അങ്ങനെ അമ്മാവന്റെ വണ്ടിയിൽ ഞാനും എന്റെ ഉപ്പ ഉമ്മ എല്ലാരും കൂടി പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോ എനിക്ക് ആവേശമായി. പള്ളിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഹദ്ദാദ് ചൊല്ലാതെ ഞാൻ എന്ത് ചെയ്തു? തിരിച്ചു വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് അങ്ങനെ ഞാൻ കുറച്ചു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എത്തി കഴിഞ്ഞപ്പോ ഹദ്ദാദ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വാപ്പ വന്നു. നീ എവിടെയായിരുന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. കയ്യിൽ കിട്ടിയ ഒരു വിറകിന്റെ കൊള്ളി എടുത്തിട്ട് എന്നെ എറിഞ്ഞു ഓടിച്ചു. പോയി പള്ളിയിൽ ഇരുന്നിട്ട് ഹദ്ദാദും ചൊല്ലി വന്നാ മതി. ഞാൻ ഇരിക്കൂർ സിയാറത്ത് ചെയ്യാൻ പോകാനുള്ള ആവേശത്തില്, അന്ന് 5ാം ക്ലാസ്സിലാ 4ാം ക്ലാസ്സിലാ അങ്ങനെ പഠിക്കുമ്പോഴാ വിറക് കൊള്ളി എടുത്ത് എന്നെ എറിഞ്ഞോടിച്ചു. ജമാഅത്തിന് പോകാത്തതിന്റെ പേരിൽ എനിക്ക് ഭക്ഷണം ലഭിക്കാതിരുന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ എന്റെ ഉമ്മാനെ പ്രാഗൽ ഒരു കണക്കൂല്ല. ഇങ്ങനത്തെ ഒരു ക്രൂര അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല റഹ്മത്ത് ചൊരിയുമാറാവട്ടെ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? എന്റെ വീട്ടിലൊരു മുത്തഅല്ലിമ് ഭക്ഷണം കഴിക്കാൻ വരാറുണ്ടായിരുന്നു കുറെ മുമ്പ്. ആ കുട്ടിയോട് എന്റെ ഉമ്മ കാണിക്കുന്ന സ്നേഹം അതെന്നെ വല്ലാതെ ആകർഷിച്ചു. അന്ന് എന്റെ മനസ്സിലൊരു തോന്നലുണ്ടായി, ദർസിൽ പോകണം. കാരണം ദർസിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര സ്നേഹിക്കുമെന്ന് തോന്നി എനിക്ക്.
ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ദർസിലേക്ക് ആഗ്രഹിക്കുന്നത്. SSLC പരീക്ഷ കഴിഞ്ഞ ഉടനെ ഉമ്മാനോട് ഞാൻ പറഞ്ഞു എനിക്ക് ദർസിൽ പോകണമെന്ന് പറഞ്ഞു, കോളേജിൽ പഠിക്കേണ്ടതില്ല പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു നിന്റെ ഉപ്പാന്റെ ആഗ്രഹവും അത് തന്നെയാണ്. ഓരോ പ്രാവശ്യവും വിളിക്കുമ്പോഴും ഓരോ പ്രാവശ്യം കത്തെഴുതുമ്പോഴും എന്നോട് പറയും മക്കളെ പണ്ഡിതന്മാരാക്കണം. പക്ഷെ പണ്ഡിതനാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇൽമിന്റെ അഹ്ലുകാരനാകാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് എന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി എനിക്ക് ദുആ ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ കൂറ്റമ്പാറ ഉസ്താദ് പറഞ്ഞതുപോലെ ഞാൻ ആയിരക്കണക്കിന് ആൾക്കാരെ കൊണ്ട് എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ആമീൻ എന്ന് പറയിപ്പിക്കും. ഇങ്ങനെ പറയിപ്പിക്കുന്ന ഒരു മക്കള് നമുക്കുണ്ടാകണമെങ്കിൽ ആ മക്കൾക്ക് ചെറുപ്പത്തിലെ അതിനുള്ള പരിശീലനം കൊടുക്കണം. സാധിക്കുമോ കൂട്ടുകാരെ? ഹദ്ദാദ് ചെല്ലാതെ കുട്ടി കടന്നു വന്നാൽ അടിച്ചു ഓടിക്കാൻ സാധിക്കുമോ? ഞാൻ വിറകെടുത്ത് ഓടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പറ്റുമോ നിങ്ങൾക്ക്? ചെറിയ ചെറിയ ഉപരോധങ്ങള്, ചെറിയ ചെറിയ നിരോധങ്ങള് ആ കുട്ടികൾക്ക് നിങ്ങൾ നൽകുന്നില്ല. ഇന്ന് ലാളിച്ച് കുട്ടികളെ വഷളാക്കുകയാണ്. എന്ന് വെച്ചാൽ കുട്ടികളോട് പട്ടാളമുറ നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരിക്കലും എന്റെ ഉമ്മ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. എനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരു സാധനം ഞാൻ ഉമ്മാനോട് ചോദിക്കുള്ളൂ. ഉപ്പ ഗൾഫിലാ, അതുകൊണ്ട് ഉപ്പാനോട് ചോദിക്കാൻ കഴിയൂല. ഉപ്പ വന്ന ഉപ്പാനോട് പറയും. അപ്പൊ ഉമ്മാനോട് ഇപ്പോ ഉദാഹരണത്തിന് എനിക്കൊരു വലിയ ആഗ്രഹമുള്ള ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ ഉമ്മ അപ്പ അത് വാങ്ങിത്തരും. അതൊരിക്കലും വാങ്ങിത്തരൂല്ല. എന്നിട്ടോ കുറേ കെഞ്ചും, പിന്നെ അതങ്ങ് വിടും. ഉമ്മാന്റെ അടുത്ത് ഇത് കിട്ടൂലാന്ന് തോന്നും. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്ക് ശേഷം ഞാൻ ചിന്തിക്കാത്ത ഒരു സമയത്തുണ്ടാവും ആ സാധനം എനിക്ക് എന്ത് ചെയ്യുന്നു എന്റെ ഉമ്മ തരുന്നു. അപ്പൊ എന്റെ ഉമ്മാനോട് എനിക്കുണ്ടാകുന്ന ഒരു സ്നേഹവും സന്തോഷവും ഉണ്ട്. അപ്പൊ അതിന് മുന്നേ ശപിച്ച ശാപമൊക്കെ പഠിച്ചവനോട് പറയും, പഠിച്ചവനെ അല്ല മടക്കിയെടുത്താളും. അത് കുട്ടിയുടെ മനസ്സാണ്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ കുട്ടികൾ ചിന്തിക്കുമ്പോഴേക്ക് ആ കുട്ടികൾക്ക് ആ സാധനം കൊണ്ടുകൊടുത്തു. കൊടുക്കണ്ടെന്നല്ല, കൊടുക്കണം. ചില സാധനങ്ങൾ കുട്ടികൾ ചിന്തിക്കുമ്പോഴേക്ക് കൊടുക്കണം. ചില സാധനങ്ങൾ കുട്ടികൾ ആവശ്യപ്പെട്ട ആ സമയത്ത് കൊടുക്കാനും പാടില്ല. ഉദാഹരണത്തിന് ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോ ആ കുട്ടിക്ക് നല്ലൊരു ബാഗ് വേണം. ആ കുട്ടി അതിനാവശ്യപ്പെട്ട് ഇടങ്ങേറാവുന്നതിന് മുന്നേ അത് കൊടുത്താൽ നന്നായിരിക്കും. എന്നാൽ ഒരു കുട്ടിയെ കൂട്ടി നമ്മൾ ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോ ഒരു കളിപ്പാട്ടം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൗതുക വസ്തു അത് കാണുമ്പോ ആ കുട്ടി ചോദിക്കുന്നതിന് മുന്നേ അത് വാങ്ങിക്കൊടുത്തു. അപ്പൊ ആ കുട്ടിക്ക് താല്പര്യം വേറെ ഉണ്ടാകുക. നേരെ മറിച്ച് ചോദിക്കുമ്പോൾ കൊടുത്തിട്ടില്ലെങ്കിലും അത് ചോദിച്ചാൽ കിട്ടൂല, പിന്നെ അത് ചോദിക്കാതിരിക്കും. പിന്നീട് നമ്മളത് കൊടുക്കുമ്പോഴോ എന്റെ വാപ്പയമ്മ നല്ല വാപ്പയമ്മയാണ്, ഈ ഒരു ചിന്ത. ഇങ്ങനെ കുട്ടികളെ മനഃശാസ്ത്രപരമായിട്ട് നാം നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ നമ്മുടെ വരുതിയിൽ വരുത്താൻ സാധിക്കും. ഇന്നും എത്രയോ ഉയർന്ന തലങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കള് മാതാപിതാക്കളുടെ ഇഷ്ടാനുസരണം നടത്തുന്ന ഒരുപാട് കുടുംബങ്ങളെ നമുക്കറിയാൻ സാധിക്കും. പക്ഷേ ബഹുഭൂരിഭാഗം മക്കളും ഇന്ന് മാതാപിതാക്കളെ നിയന്ത്രിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പകാലത്തിൽ ആ മക്കൾക്ക് നൽകുന്ന പരിശീലനത്തിന്റെ കുറവാണ്. ആ പരിശീലനത്തിലുണ്ടാകുന്ന ന്യൂനതയാണ്. അതുകൊണ്ട് എന്റെ സഹോദരാ, എന്റെ സഹോദരി, നിങ്ങൾ കൃത്യമായി നിസ്കാരം നിർവഹിക്കുക. ആ നിസ്കാരത്തിലെടുക്കുന്ന സത്യപ്രതിജ്ഞ, അള്ളാഹുവിനോടെടുക്കുന്ന സത്യപ്രതിജ്ഞ പാലിക്കുക. ആ പാലിക്കുന്നതിലൂടെ നമ്മളെ മക്കളെ അതിലൂടെ പരിശീലിപ്പിക്കുക. അങ്ങനെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ ഇന്ന് ഈ ഭൂമി ലോകത്ത് നടക്കുന്ന സർവ്വവിധ പ്രശ്നങ്ങളിൽ നിന്നും മുക്തരായിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ മാത്രമല്ല, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ലിഖായിനെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പരലോകം പുലുകുകയും ചെയ്യാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിശ്ചയം മക്കളും സമ്പാദനങ്ങളും സമ്പാദ്യങ്ങളും നിങ്ങൾക്ക് ഫിത്നയാണ്. ആ ഫിത്നയാകാതെ അതൊക്കെ നമുക്ക് ഖൈറായി ഭവിക്കുമാറാവട്ടെ. അതിനുവേണ്ടി നാം പരിശ്രമിക്കണം. നാം അതിനുവേണ്ടി തയ്യാറാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരത്തിലുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഏതായാലും ഞാനിനി അധികം മൈക്കിൽ നിൽക്കുന്നില്ല. തൊണ്ടയൊക്കെ ഏകദേശം അതിന്റെ എക്സ്പയറിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും മൈക്കിലേക്ക് വരണം, അബു ഫൈസ് ഉസ്താദോ അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി ലൈവ് ചർച്ചയിലേക്കൊക്കെ നമുക്ക് പോകാനുള്ള സമയം ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നു.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ പാവങ്ങളെയും അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. അതോടൊപ്പം തന്നെ സത്യമായ പാതയിൽ യഥാർത്ഥ വഴിയിൽ സഞ്ചരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും സന്താനങ്ങളെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. മക്കള് വഴിപഴച്ചു പോയതിന്റെ പേരിൽ ദുഃഖിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ വഴിപഴച്ചു പോയതിന്റെ പേരിൽ ദുഃഖിക്കുന്ന മക്കളും അതുപോലെ തന്നെ കുടുംബക്കാരിൽ പലരും വഴിപഴച്ചു പോയതിന്റെ പേരിൽ ദുഃഖിക്കുന്ന ബന്ധുക്കള്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ടാണ് നമ്മുടെ സമൂഹം ഇന്ന് നിലകൊള്ളുന്നത്. അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് നമ്മുടെ പുത്തൻ പ്രസ്ഥാനക്കാരായ വഹാബികളും അതുപോലെ മൗദൂദികളുമാണ് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു അവരുടെ ശർറിനെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും പൂർവ്വകാല സൂരികളായ ആൾക്കാരും കേൾക്കാത്ത ഒരുപാട് കള്ളത്തരങ്ങളെ കൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പുത്തൻ പ്രസ്ഥാനക്കാരുണ്ട്. ആ പുത്തൻ പ്രസ്ഥാനക്കാരെ നിങ്ങൾ കരുതിയിരിക്കുക എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അത്തരക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഇവിടെ ഒരുക്കുന്ന ആശയ ചർച്ചയാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിലേക്ക് സംശയമുള്ള ആൾക്കാരൊക്കെ മൈക്കിലേക്ക് വന്ന് ചോദിക്കുക. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ.